all, this is me Murshina, your commerce faculty. So നമ്മൾ Iebrid campus ഒരുക്കുന്ന Iebrid Educana എന്ന മെഗാ മാരത്തോൺ 2025ലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. നമ്മൾ ഏതാ എടുക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ് അല്ലേ. 319 കോഡ് നമ്പർ ഉള്ള ബിസിനസ് സ്റ്റഡീസ് ആണ് എടുക്കുന്നത്. നമുക്കറിയാം നമ്മളെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം എന്നായിരിക്കും എന്നാണ് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം നെക്സ്റ്റ് മന്ത് അല്ലെ May 6th നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നത്. ഓക്കെ, സോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തില്ലേ പഠിക്കാനൊക്കെ. നമുക്ക് നോക്കണ്ടേ, നമുക്കറിയാം കുറഞ്ഞ സമയമുള്ളെങ്കിൽ നമ്മളെ മാരത്തോണിന്റെ ലക്ഷ്യം എന്താ? കുറഞ്ഞ സമയം, കൂടുതൽ ചോദ്യങ്ങൾ, കൂടുതൽ ഉത്തരങ്ങൾ, പിന്നെന്താണ് 100% വിജയം. ഓക്കെ, അതായിരിക്കണം നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മളെ ബിസിനസ് സ്റ്റഡീസ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും അതായത് നമുക്ക് കൂടുതൽ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാരത്തോണും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് സെറ്റായി പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മളെ MCQ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 1 വേർഡിന്റെ കുറച്ച്, അതായത് 1 മാർക്ക് വരുന്ന കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The function of management helps in getting right people for the right job at the right time. Okay, എന്താണ് ഇതിൽ പറയുന്നത്? The function of management helps in getting right people for the right job at the right time. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് എന്നാണ് നമ്മൾ ഓപ്ഷൻസ്. നമുക്കറിയാം മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, എന്താ നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ സ്റ്റാഫിംഗ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ഓരോന്ന് എന്താ നോക്കാം അല്ലേ. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസൂത്രണം ചെയ്യാന്നാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആസൂത്രണം ചെയ്യൂലേ. അതായത് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ വേണം, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ പോകുക എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ Niosന്റെ എക്സാം നടക്കുക അല്ലേ. ഇപ്പോൾ ഒരുപാട് സബ്ജക്ട്സിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇന്ന മാർക്കിലെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, ഇത് പഠിക്കണം, ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഏതിൽ വരുന്നത്? നമ്മളെ ബിസിനസ് സ്റ്റഡീസിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ചെയ്യുന്നത് അല്ലേ, ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നത്. സോ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? മുൻകാലത്തേക്ക് എന്ത് ചെയ്യാണ്? പ്ലാൻ ചെയ്യുക. അതായത് മുൻകൂട്ടി തീരുമാനമെടുക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ട്. അതായത് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് വേണം? കറക്റ്റ് ആയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ, ഏകോപിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അതെല്ലാം ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം. നമ്മൾ പറയാറില്ലേ, അതൊന്ന് ഓർഗനൈസ് ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. തേർഡ് വൺ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാലും? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മാനേജ്മെന്റിൽ വരുന്ന ഒരു പ്രധാന ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതേ സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കറക്റ്റ് ആളുകളെ എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ജോലിയിലേക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ? ദാറ്റ് ഈസ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയും. ഓക്കെ, സോ സ്റ്റാഫിംഗ് എന്താണ്? നമ്മൾ കൂടുതൽ അതായത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുക, അതാത് ജോലികളിലേക്ക് ഏർപ്പെടുത്തുന്നത്. അപ്പൊ പൈലറ്റ് ആവാൻ എന്ത് വേണം? നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയണം അല്ലേ. നമുക്ക് അത് അറിയാത്ത ഒരാളെ കൊണ്ടുപോയിട്ട് നമുക്ക് അതിൽ ഇതാക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത് എന്ത് കറക്റ്റ് ആയിട്ട് എന്ത് സ്റ്റാഫിംഗ് ആയിട്ട്, അതായത് എന്താ കറക്റ്റ് ആളുകളെ കറക്റ്റ് ജോലിയിലേക്ക് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ആയിട്ട് ഇവിടെ പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. എന്താ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു നേർവഴി കാണിക്കല്ലേ. അതായത് കറക്റ്റ് നമുക്ക് അറിയാം നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ട്, പക്ഷെ എന്ത് വേണം? നമുക്ക് ആ കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ആ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, ഒരു സ്ഥാപനം എടുത്താലും അവിടെ വരുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് വേണം? നമ്മളടുത്ത് എന്തുണ്ടെങ്കിലും നമുക്കത് എങ്ങനെ ഉപയോഗിക്കണം നമുക്കറിയണം. നമ്മളടുത്ത് പ്ലാൻ ഉണ്ട്, നമ്മളത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തു, നമുക്ക് അതിനനുസരിച്ച് സ്റ്റാഫ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ എന്ത് വേണം? നമുക്ക് അവിടെ ഡയറക്റ്റിംഗ് വേണം. അതായത് കറക്റ്റ് ആയിട്ടൊരു ദിശ വേണം. ഓക്കെ, അതാണ് ഇതിലൂടെ പറയുന്നത്, ഡയറക്റ്റിംഗിലൂടെ പറയുന്നത്. ഓക്കെ, മേ ബി ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമുക്ക് തന്നത് സ്റ്റാഫിംഗ് ആണെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്ലാനിങ്ങിലൂടെ, അതായത് പ്ലാനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ, ഓർഗനൈസിംഗ് ചോദിക്കാം, ഡയറക്റ്റിംഗ് ചോദിക്കാം. ഓക്കെ, പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാതും പഠിക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ വരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ എന്താണ്? ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം എന്താണ്? സ്റ്റാഫിംഗ് ആണ് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ്
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ആസ് ഗിവൺ ബൈ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിനെ കുറിച്ചിട്ട്. എന്താണ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്? അതായത് എന്താ, മോട്ടിവേഷന്റെ ഇതിൽ വരുന്ന, മോട്ടിവേഷൻ കൺസെപ്റ്റിൽ വരുന്ന ഒരു തിയറിയാണ് എന്ത്, നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യന്റെ അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ്, ഓക്കെ, ആവശ്യങ്ങളെ എല്ലാം മുൻനിർത്തി കൊണ്ടുവന്ന ഒരു തിയറിയാണ് എന്ത്, നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് നമ്മളെ നീഡ് ഹൈറാർക്കി തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്? ആരാണ്? എബ്രഹാം മാസ്ലോ. ഓക്കെ, ആരാണ്? എബ്രഹാം മാസ്ലോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നീഡ് ഹൈറാർക്കി തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എന്താ നീഡ് ഹൈറാർക്കി തിയറിൻ്റെത്? നമ്മൾ ആ നീഡ് ഹൈറാർക്കി തിയറി എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു പിരമിഡ് ഉണ്ട് അല്ലേ, ആ പിരമിഡിൽ ഫസ്റ്റ് എന്തുണ്ട്, ഫിസിയോളജിക്കൽ നീഡ് ഉണ്ട്, സേഫ്റ്റി നീഡ് ഉണ്ട്, സോഷ്യൽ നീഡ് ഉണ്ട്, എസ്റ്റീം നീഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, അങ്ങനെ 5 സ്റ്റേജസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി 5 മാർക്കായിട്ട് ചോദിക്കാം. 5 മാർക്കായിട്ട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതുക? അതായത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പിരമിഡ് വരയ്ക്കുക. ഓക്കെ, പിരമിഡ് വരച്ചിട്ട് ഓരോ സ്റ്റേജ്, അതായത് ഫസ്റ്റ് വൺ എന്താ, ഫിസിയോളജിക്കൽ നീഡ്, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്, സേഫ്റ്റി നീഡ്, തേർഡ് വൺ എന്താണ്, സോഷ്യൽ നീഡ് ആണ്, ദെൻ എസ്റ്റീം നീഡ് ഉണ്ട്, ദെൻ ലാസ്റ്റ് വൺ ആണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 5 മാർക്കിന് മേ ബി ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇവിടെ MCQ ആയിട്ട് 1 മാർക്കിന് ചോദിച്ചത് എന്താണ്, ആരാണ് അത് പ്രൊപ്പൗണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ആരായിരുന്നു? എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ നീഡ് ഓഫ് കസ്റ്റമർ. എന്താണ്? അതായത് നമ്മൾ ശരിയായ വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ്, അവരെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ അഥവാ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് അത്? എന്തായിരിക്കും? മാർക്കറ്റിംഗ്. ഓക്കെ, എന്താണ് അതിൻ്റെത്? മാർക്കറ്റിംഗ് ആണ് എന്ത്. ഓക്കെ, ഇതിൽ ചിലപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് വേറെ പലതും തരും കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്? മാർക്കറ്റിംഗ് ആയിരിക്കണം നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ നീഡ് ഓഫ് കസ്റ്റമർ ഈസ് മാർക്കറ്റിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ്, it means bringing more than one product from a company to market. ഓക്കെ, നമ്മൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്, ഇതിൽ ഒരുപാട് മിക്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാം. ഇതിന്റെ കറക്റ്റ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എന്താണ്, നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് മാർക്കറ്റിലേക്ക് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിന് അതിന് പറയുന്ന ആ ഒരു ഡെഫിനിഷന് പറയുന്ന മീനിങ് എന്താണ്? പ്രൊഡക്റ്റ് മിക്സ്. ഓക്കെ, എന്താണ്? പ്രൊഡക്റ്റ് മിക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് ബ്രിങ്ങിങ് മോർ ദാൻ വൺ പ്രൊഡക്റ്റീവ് ഫ്രം എ കമ്പനി ടു മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ്, the process of conducting business with the help of electronic device using the computer and interconnected telecommunication network banking is known as. എന്താ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ വരണം ഇത് എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ടു കണ്ടക്ട് ദ ബിസിനസ്. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യന് 2-3 തവണ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യട്ടെ. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് എന്താണ്, ഇംഗ്ലീഷിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും, മീനിങ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് 2-3 തവണ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണ് മീൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാകും. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്? ദ പ്രോസസ് ഓഫ് കണ്ടക്ടിങ് ബിസിനസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസ് യൂസിങ് കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർ കണക്റ്റഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇവിടെ ഒരു ബിസിനസ് സംരംഭം അഥവാ ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നതിനെയാണ്. ഓക്കെ, അത് 2 ഇന്റർനെറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ബിസിനസ് എന്ത് ചെയ്യാണ് ഇവിടെ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഇ കോമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കോമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? The maturity period of money market instrument ranges from 15 days to 1 year. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലാത്ത മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്നുള്ളത് നമുക്കറിയാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മേ ബി 4 മാർക്കിന് ചോദിക്കാം അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? ഏതൊക്കെയാണ്?
നമുക്കറിയണ ഒന്നാണ് എന്താ കോൾ മണി അല്ലെ, കോൾ മണി ഒന്നാണ്. ദെൻ സെക്കൻഡ് വൺ എന്താണ് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ എന്താണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ചോദ്യം എന്താണ് മെച്ചൂരിറ്റി പീരീഡ്. ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഏതാണ് 15 ദിവസം മുതൽ 1 വർഷം വരെയാണ് അല്ലേ. ദാറ്റ് ഈസ് എന്താണ് 15 days to 1 year ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ 15 days to 1 year വരുന്നത് ഏതാണ്, ഏത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്? ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് കേട്ടോ. ഏതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്ത് ചോദ്യം വരാം, 1 ദിവസം മുതൽ 14 ദിവസം വരെ ഉള്ളത് ഏതാണ്, 1 day മുതൽ 14 days വരെ ഉള്ളത് നമുക്കറിയാം ഏതാണ്, ദാറ്റ് ഈസ് കോൾ മണി ആണ് കേട്ടോ. ദെൻ 14 ദിവസം മുതൽ 364 ദിവസം വരെ ഉള്ളത് ഏതാണ്, ട്രഷറി ബില്ലാണ്. ഓക്കെ, അപ്പൊ ചോദ്യം നമുക്ക് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഇവിടെ എന്ത് തന്നിട്ടുള്ളൂ, കൊമേഴ്ഷ്യൽ പേപ്പറിന്റെ റേഞ്ച് ആണ് തന്നിട്ടുള്ളത്. മേ ബി നമ്മളോട് എന്ത് ചെയ്യും, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ വരുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ചോദിക്കാം, കോൾ മണി ചോദിക്കാം, അഥവാ ട്രഷറി ബില്ല് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് 4 എന്ത് ചെയ്യണം, നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയിട്ട് നോക്കി വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is a not an element of marketing mix? മാർക്കറ്റിംഗ് മിക്സ് കാണുമ്പോൾ തന്നെ പോയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ, നോട്ട് ആൻ എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ചോദിക്കണം, നോട്ട് എന്നാ ചോദിക്കണം. അതായത് അല്ലാത്തത് എന്താണെന്നാ ചോദിക്കണേ. മാർക്കറ്റിംഗ് മിക്സുകൾ അല്ലാത്തത് എന്തെന്നാ ചോദ്യം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പബ്ലിസിറ്റി ഉണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്, ഏതാണ് ഇതിൽ പബ്ലിസിറ്റി ആണ് അല്ലെ. കൂട്ടത്തിൽ പെടാത്തത് പബ്ലിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് മിക്സ് അഥവാ 4P വരുന്ന കാര്യങ്ങളാണ് മറ്റത് ഏതൊക്കെയാണ്, പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. ഓക്കെ, ദ 4Ps ആർ ഏതൊക്കെയാണ് 4P എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. ഓക്കെ, സോ ഇതിൽ പെടാത്ത ഒന്നാണ് ഏത് എന്ന് പറയുന്നത്, പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പബ്ലിസിറ്റി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many levels of needs are there as per Maslow's need hierarchy theory? നമുക്കറിയാം Maslow's need hierarchy. ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ മാസ്ലോ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്, നീഡ് ഹൈറാർക്കി തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത വ്യക്തിയായിരുന്നു അല്ലേ, അത് ആരായിരുന്നു, എബ്രഹാം മാസ്ലോ. ഫുൾ നെയിം എഴുതണം കേട്ടോ. ആരൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാസ്ലോ മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ നെയിം എഴുതണം, എബ്രഹാം മാസ്ലോ മുഴുവൻ പേരെന്നെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, എത്ര ലെവൽസ് ഉണ്ട് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോൾ, എത്ര ലെവൽസ് ഉണ്ട്. നമുക്ക് ആ പിരമിഡ് ഓർമ്മ വരണം അല്ലേ, നമ്മൾ ആ പിരമിഡ് വരച്ചിട്ട് വേണം പഠിക്കാൻ കേട്ടോ. എപ്പോഴും പിരമിഡ് വരക്കണേ. ഇങ്ങനെ ചോദ്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പിരമിഡ് വരച്ച് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാണ് മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ വരുന്നത്, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ് ഉണ്ട്, സേഫ്റ്റി നീഡ് ഉണ്ട്, സോഷ്യൽ നീഡ് ഉണ്ട്, എസ്റ്റീം നീഡ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയും. ഓക്കെ, സോ എത്ര ലെവൽസ് ആണ് ഇതുള്ളത്, 5 ലെവലുകളാണ് എന്തുള്ളത്, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിബെഞ്ചർ ഈസ് നോൺ ആസ്. എന്താണ് ഡിബെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, ആസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഓഫ് കമ്പനി ഉണ്ട്, ആസ് ഓണർഷിപ്പ് ക്യാപിറ്റൽ ഓഫ് കമ്പനി, വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് കമ്പനി ഉണ്ട്, ഡെപ്റ്റ് ക്യാപിറ്റൽ ഓഫ് കമ്പനി. ഡിബെഞ്ചർ കൊണ്ട് എന്താണ്, കടപ്പത്രം എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ, ദാറ്റ് ഈസ് കടപ്പത്രമാണ് ഡിബെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഡിബെഞ്ചർ എന്ന് പറയുന്നത് എന്താ, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യമാണ്, ഡെപ്റ്റ് ആണ് അല്ലെ, ലയബിലിറ്റി ആണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഡിബെഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആയിട്ടുള്ള കാര്യമാണ്. സോ ദ ആൻസർ ഏതായിരിക്കും, ഡെപ്റ്റ് ക്യാപിറ്റൽ ഓഫ് കമ്പനി. ഓക്കെ, ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ്, അതെന്താണ്, അതിന്റെ നമ്മളെ കമ്പനിയുടെ കടമായിട്ട് നമ്മൾ കൂട്ടുന്ന, കടപ്പത്രമായിട്ട് നമ്മൾ കൂട്ടുന്ന ഒന്നാണ് എന്ത് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, ഡിബെഞ്ചർ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതുവരെ മനസ്സിലായില്ലേ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട വേർഡ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് 1 വേർഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നു എന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ആണ്, നേരെ ശരിക്കും മനസ്സിലാക്കണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം വായിക്കണം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ 2-3 തവണ ഒന്ന് വായിച്ച് നോക്കുക. അപ്പൊ തന്നെ ആൻസർ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്താൽ മതി. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 3-4 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഓക്കെ, സോ അതെന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. When the firm of a country import a goods for the purpose of exporting the same to the firm of the mother country without making any change is known as. എന്താ ഇവിടെ പറയുന്നത്, when the firm of a country import a good for the purpose of exporting the same of the, എന്താ ഇവിടെ പറയുന്നത്, അതായത് ഒരു സ്ഥാപനം അല്ലേ, അത് ഒരു രാജ്യം എന്ത് ചെയ്യാണ്, ഒരു രാജ്യം എന്ന് പറയുന്നത്
ഓക്കെ, ഒരു രാജ്യം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇറക്കുമതി ചെയ്യുക, അതായത് ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഒരു രാജ്യം. സോ ദാറ്റ് ഈസ് എന്താണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്? ഒരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടി ആ രാജ്യത്തേക്ക് എന്ത് ചെയ്യാണ് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളെ, ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാലേ ഏതൊക്കെയാണ്? ഇമ്പോർട്ട് ട്രേഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്, എൻട്രി പോർട്ട് ട്രേഡ് ഉണ്ട്, ഇവിടെ ഇന്റേണൽ ട്രേഡ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഏതിൽ വരുന്നതാ? ഏതിൽ വരുന്ന ട്രേഡുകളാണ്? ദാറ്റ് ഈസ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രി ട്രേഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രേഡിൽ വരുന്നതാ കേട്ടോ. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സ്റ്റേണൽ ട്രേഡ് പറയുന്ന 3 വിധമാണ്. ഏതൊക്കെയാണ്? ഇമ്പോർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് ഇറക്കുമതി, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്, കയറ്റുമതി ആണ്, ദെൻ എൻട്രി പോർട്ട് ട്രേഡ്. നമുക്കറിയാം ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറക്കുമതിക്കാണ് എന്ത് പറയുന്നത്? ഒരു രാജ്യത്തിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇമ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്? എക്സ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് അതിൽ പിന്നെ വരുന്ന ഒന്നാണ് എൻട്രി പോർട്ട് ട്രേഡ്. എൻട്രി പോർട്ട് ട്രേഡ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ്? അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യാണ് നമ്മൾ, അതായത് മറ്റേ രാജ്യത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇറക്കുമതി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻട്രി പോർട്ട് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ല? എൻട്രി പോർട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കയറ്റുമതി ചെയ്യണം എന്ന ലക്ഷ്യത്തോട് കൂടി നമ്മളെ രാജ്യത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യാണ് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയാണ്, ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻട്രി പോർട്ട് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കുറച്ച് ഡോക്യുമെന്റുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു ഡോക്യുമെന്റിന്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് എന്താണ്? It is a document that did you create a system for paying exporters through importers bank. എന്താ ഇതിൽ പറയുന്നത്? അതായത് ഇറക്കുമതി, അതായത് ഇവിടെ പറയുന്നതാണ് എന്ത്? ഇറക്കുമതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ട് വഴി എന്ത് ചെയ്യാണ് കയറ്റുമതിക്കാരന് പണം നൽകുന്ന ആ ഒരു ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? അതായത് ഇറക്കുമതിക്കാരന്റെ ബാങ്ക് വഴി കയറ്റുമതിക്കാരന് പണം നൽകുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കിവിടെ കുറച്ച് ഡോക്യുമെന്റ്സുകളെ കുറിച്ച് പഠിക്കാൻ കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ട്, മെയ്റ്റ് റെസിപ്റ്റ്, ഇൻഡന്റ്, ഇൻഷുറൻസ് പോളിസി, ഷിപ്പിംഗ് ബില്ല്, എയർവേ ബില്ല്, അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റ്സ് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉറപ്പായിട്ടും 100% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഡോക്യുമെന്റ്സും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് അതിന്റെ മെയിൻ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന ഡോക്യുമെന്റ് ഏതാണ്? നമുക്ക് ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾ 2-3 തവണ വായിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ഏതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എന്താ പറയുന്നത്? ഡോക്യുമെന്റ് ദാറ്റ് ക്രിയേറ്റ് എ സിസ്റ്റം ഫോർ പേ എക്സ്പോർട്ടർ ത്രൂ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് അല്ലേ? ദാറ്റ് ഈസ് എന്താ ഇവിടെ പറയുന്നത്? ഇറക്കുമതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ട് വഴി എന്ത് ചെയ്യാണ് കയറ്റുമതിക്കാരന് പണം നൽകുന്ന ആ ഒരു പ്രക്രിയക്ക്, ആ ഒരു ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് 1 വേർഡ് ഇതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. MCQന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വേർ പ്രൊഡ്യൂസർ ബൈപാസ് ദ ചെയിൻ ഓഫ് മിഡിൽ മാൻ ആൻഡ് അപ്രോച്ച് ദ കൺസ്യൂമർ ഡയറക്ട്ലി ടു സെൽ ദ ഗുഡ്സ്. എന്താ ഇവിടെ പറയുന്നത്? ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ പറയുന്നത് അല്ലേ? ദാറ്റ് ഈസ് എന്താ ഇവിടെ പറയുന്നത്? പ്രൊഡ്യൂസർ ബൈപാസ് ദ ചെയിൻ ഓഫ് മിഡിൽ മാൻ ആൻഡ് അപ്രോച്ച് കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി സെൽ ദ ഗുഡ്സ്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ? എന്താ പേരിൽ പറയുന്നത്? കൺസ്യൂമേഴ്സ് ഡയറക്റ്റ്ലി സെൽ ഗുഡ്സ്. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാണ് ഗുഡ്സ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ് സെല് ചെയ്യുന്നതാണ്. ഏത് സ്റ്റേജ് ആയിരിക്കും നമുക്ക് തന്നെ നോക്കിയാൽ കാണാം, ഒരാളും ഇല്ല, ഒരു സെൻട്രലായിട്ട് മിഡിലായിട്ടൊന്നും ഒരു വ്യക്തി ഇല്ലാതെ കൺസ്യൂമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ആ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഏതാണ്? 0 സ്റ്റേജ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1 സ്റ്റേജ് ഉണ്ട്, 2 സ്റ്റേജ് ഉണ്ട്, 3 സ്റ്റേജ് ചാനൽ ഉണ്ട്. എന്താ 3 സ്റ്റേജ് ചാനൽ എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ എങ്ങനെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരിക? ആദ്യ പ്രൊഡ്യൂസർ അഥവാ മാനുഫാക്ചർ ആയിരിക്കും. മാനുഫാക്ചർ അത് ആർക്ക് കൊടുക്കും?
ഹോൾസെയിലറിന് കൊടുക്കും അല്ലെ. ഹോൾസെയിലർ ആർക്ക് കൊടുക്കും? അത് റീറ്റെയിലേഴ്സിന് കൊടുക്കും. റീറ്റെയിലർ വഴിയാണ് എന്ത് ചെയ്യണത്? അത് നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് 3 സ്റ്റേജ് ഓഫ് ചാനലിൽ പറയുന്നതാണ് എന്ത്? പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കും, ഹോൾസെയിലർ ഉണ്ടായിരിക്കും, റീറ്റെയിലർ ഉണ്ടായിരിക്കും, ആൻഡ് ലാസ്റ്റ് ആയിട്ടാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുക അല്ലെ. ദെൻ 2 സ്റ്റേജിൽ ആരൊക്കെ ഉണ്ടായിരിക്കുക? ദാറ്റ് ഈസ് ആരൊക്കെ ഉണ്ടായിരിക്കും? അവിടെ റീറ്റെയിലറിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രൊഡ്യൂസർ നേരിട്ട് തന്നെ ആരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് പറയുന്നത്. ദാറ്റ് ഈസ് ഹോൾസെയിലേഴ്സിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അതെന്ത് ചെയ്യാണ്? നമ്മളെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് 2 സ്റ്റേജിൽ പറയുന്നത്. 1 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അതായത് മാനുഫാക്ചേഴ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? റീറ്റെയിലേഴ്സ് സാധനങ്ങൾ വാങ്ങി അത് ആരിലേക്ക് എത്തിക്കുകയാണ്? കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് 1 സ്റ്റേജ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് ചെയ്യണത്? മെയിൻലി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ആയിട്ട് മേ ബി ചോദിക്കാറുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പറഞ്ഞിട്ട്. ഓക്കെ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതായിരിക്കും? പ്രൊഡ്യൂസർ ഉണ്ടാവും, അഥവാ മാനുഫാക്ചറർ എന്ന് എഴുതാം, ഹോൾസെയിലർ എന്ന് എഴുതാം, റീറ്റെയിലർ എന്ന് എഴുതാം, ആൻഡ് ദ കൺസ്യൂമർ എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫ്ലോ ചാർട്ട് പോലെ താഴത്തേക്ക് എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒരു ബോക്സിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ആൻഡ് ദ ലാസ്റ്റ് വൺ കൺസ്യൂമർ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു നോട്ട് കം അണ്ടർ ഫിക്സ്ഡ് ഷോപ്പ് സ്മാൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്? ഇതിൽ ഫിക്സ്ഡ് ഷോപ്പ് സ്മാൾ സ്കെയിൽ റീറ്റെയിലേഴ്സിൽ അല്ലാത്തത്. ഓക്കെ, എന്താ ചോദ്യം എന്ന് പറയുന്നത്? ഡു നോട്ട് കം അണ്ടർ ആണ്. ഓക്കെ, അതിൽ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് അല്ലാത്തത് എന്ന് പറയുന്നത്? ഇതിൽ ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത്? ജനറൽ സ്റ്റോർ ഉണ്ട്, സിംഗിൾ ലൈൻ സ്റ്റോർ ഉണ്ട്, സ്പെഷ്യാലിറ്റി സ്റ്റോർ ഉണ്ട്, ദെൻ ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതിൽ അല്ലാത്തത്, അതായത് നമുക്കറിയാം ഫിക്സ്ഡ് ഷോപ്പ് സ്മാൾ സ്കെയിൽ റീറ്റെയിലേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഏതൊക്കെ? ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്, സ്പെഷ്യാലിറ്റി സ്റ്റോർ, സിംഗിൾ ലൈൻ സ്റ്റോർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ പെടാത്ത ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ജനറൽ സ്റ്റോർ. ഓക്കെ, ജനറൽ സ്റ്റോർ എന്തല്ല? ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിൽ സ്മാൾ സ്കെയിൽ റീറ്റെയിൽസിൽ പെട്ടതല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറയാനുള്ളതാണ്, ദ എലമെന്റ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ദാറ്റ് ഈസ് ഷേപ്ഡ് ബൈ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് പീപ്പിൾ. ആളുകളുടെ വിശ്വാസം, അവരെ ആചാരങ്ങൾ, ഓക്കെ, അതിലേക്കൊക്കെ നമ്മൾ ഏത് എലമെന്റ്, അതായത് ഒരു ബിസിനസ് പരിസ്ഥിതിയുടെ ഏത് എലമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്? ഓക്കെ, നമ്മൾ എന്താണ്? ആളുകളിൽ വരുന്ന വിശ്വാസം, അവരെ ആചാരങ്ങൾ, അവരെ അനുകൂലിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നത്, അതായത് മൂല്യങ്ങൾ, നിയമങ്ങൾ, ഒക്കെ ഇതെല്ലാം പെടുത്തുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറഞ്ഞാൽ സോഷ്യൽ എൻവയോൺമെന്റ് അഥവാ സാമൂഹിക പരിസ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് സോഷ്യൽ എൻവയോൺമെന്റ് അഥവാ സാമൂഹിക പരിസ്ഥിതി എന്ന് പറയും. ഓക്കെ, സോ സാമൂഹിക പരിസ്ഥിതി അഥവാ സോഷ്യൽ എൻവയോൺമെന്റ് എന്താ പറയുന്നത്? ദ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ദ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് പീപ്പിൾ ആണ് സോഷ്യൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ചത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഉണ്ട്, എക്കണോമിക് എൻവയോൺമെന്റ് ഉണ്ട്, ലീഗൽ എൻവയോൺമെന്റ് ഒക്കെ ഉണ്ട് അല്ലേ. എന്താ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസിന്റെ ഏത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്? രാഷ്ട്രീയ സംഘടനത്തെ. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? രാഷ്ട്രീയ സംഘടനയെ നോക്കുന്നത്, അതായത് ഒരു ബിസിനസിന്റെ രാഷ്ട്രീയ സംഘടനയെ ഇതാക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആ ഒരു ബിസിനസിന്റെ സാമ്പത്തിക ഘടകങ്ങളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഏതിൽ പെടുന്നത്? ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള നയങ്ങൾ, ഓക്കെ, ദാറ്റ് ഈസ് നയങ്ങളെയാണ്, പോളിസീസിനെയാണ്, ദാറ്റ് ഈസ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതിന് ആ ഒരു ബിസിനസ്സിലെ ആ ഒരു വ്യാപാരത്തിലെ പരിസ്ഥിതിയെ നമ്മൾ എന്താണ്? അതിലെ നയങ്ങളെ സൂചിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലീഗൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മേ ബി ഇതിൽ എന്ത് ചോദിക്കാം? ലീഗൽ എൻവയോൺമെന്റിന്റെ ഒരു ഇത് ചോദിക്കും. ഓക്കെ, അതായത് പോളിസീസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഓപ്ഷനിൽ ഏതായിരിക്കും? ലീഗൽ എൻവയോൺമെന്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് എൻവയോൺമെന്റ് ആയിട്ട് ചോദിക്കാം, പൊളിറ്റിക്കൽ എൻവയോൺമെന്റിന്റെ രീതി ചോദിക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് പീപ്പിൾ ആണ്. ദാറ്റ് ഈസ് ഏതാണ്? സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗുഡ്സ് വിച്ച് വി ക്യാൻ സീ, ടച്ച് ആൻഡ് എക്സ്പീരിയൻസ്. ടൈപ്പ് ഓഫ് ഗുഡ്സിലുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നതായിട്ട് എല്ലാ പ്രൊഫഷനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് ഗുഡ്സിൽ. നമുക്കറിയാം ടൈപ്സ് ഓഫ് ഗുഡ്സുകൾ ഏതൊക്കെയാണ്? 3 തരത്തിൽ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇതാക്കിക്കൊള്ളു. ബേസ്ഡ് ഓൺ യൂസ്, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ ടാൻജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ ബേസ്ഡ് ഓൺ യൂസിൽ വരുന്നതാണ് ഏതൊക്കെ? കൺവീനിയൻസ് ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നൊക്കെ
എന്നൊക്കെ പറയും. കൺവീനിയൻസ് ഗുഡ്സ് എന്താ നിങ്ങൾക്ക് അറിയുന്നത്? എന്താ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെ, എപ്പോഴും സ്ഥിരമായി ഉപയോഗിക്കുന്ന തരം ഗുഡ്സുകളെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കല്ലേ, ഷുഗർ എടുക്കല്ലേ, പഞ്ചസാര, ദെൻ ചായപ്പൊടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺവീനിയൻസ് ഗുഡ്സ് ആയിട്ട് ഉദ്ദേശിക്കാം. ദെൻ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പറയുമ്പോൾ എന്താ, വ്യാവസായികമായിട്ടുള്ള ഗുഡ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ഡ്യൂറബിലിറ്റി ആൻഡ് നോൺ ഡ്യൂറബിലിറ്റി ഗുഡ്സ് ഉണ്ട്. ഡ്യൂറബിൾ പറഞ്ഞാൽ എന്താ, ഒരുപാട് കാലം നിലനിൽക്കുന്ന ഗുഡ്സുകളെയാണ് എന്ത് പറയുന്നത്, ഡ്യൂറബിൾ ഗുഡ്സ്. എക്സാമ്പിൾ എഴുതാൻ ഡൗട്ടോ, നമുക്ക് എന്ത് എഴുതാം, ഫ്രിഡ്ജ് എഴുതാം അല്ലെ, TV എഴുതാം, AC എഴുതാം. ഇതൊക്കെ എന്തിൽ പെടുന്നതാ, ദാറ്റ് ഈസ് ഏതിൽ പെടുന്ന, ഡ്യൂറബിൾ ഗുഡ്സിൽ പെടുന്നതാണ്. ഓക്കെ. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് അപ്പൊ എന്തായിരിക്കും, അതായത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ, ഡ്രസ്സൊക്കെ നമുക്ക് എന്താ ഒരു വർഷമൊക്കെ പോവുമോ, അതായത് ഇപ്പോൾ നമുക്ക് ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഷുഗർ എടുക്കുക, ഓക്കെ, സാൾട്ട് ആയിട്ട് പറയാ, ഓക്കെ, ഇതൊക്കെ എന്താണ്, നോൺ ഡ്യൂറബിൾ ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഉപയോഗിച്ച് കഴിയുന്ന അങ്ങനത്തെ ഉള്ളതാണ് എന്ത്, നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഏതിൽ പറയുന്നത്, ടാഞ്ചിബിലിറ്റി. ഓക്കെ, ടാഞ്ചിബിൾ ഗുഡ്സ്. ടാഞ്ചിബിൾ പറഞ്ഞാൽ എന്താണ്, ദ ഗുഡ്സ് വിച്ച് വി ക്യാൻ സീ, ടച്ച് ആൻഡ് എക്സ്പീരിയൻസ്. നമുക്ക് കാണാനും തൊടാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്ന തരം ഗുഡ്സുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ടാഞ്ചിബിൾ ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരിക്കും ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ടാഞ്ചിബിൾ ഗുഡ്സിലെ എന്താണ് ഇൻടാഞ്ചിബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനോ കഴിയാത്ത ടൈപ്പ് ഓഫ് ഗുഡ്സുകളെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ടാഞ്ചിബിൾ ഗുഡ്സ് എന്താണെന്ന് പറയുന്നത്? ഓക്കെ. സോ ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് ഏതാണ്, ദാറ്റ് ഈസ് എന്താണ്, ടാഞ്ചിബിൾ ഗുഡ്സ് പറയുന്നത് വി ക്യാൻ സീ, ടച്ച് ആൻഡ് എക്സ്പീരിയൻസ്. ഇൻടാഞ്ചിബിൾ ഗുഡ്സിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റിയ ഏതാണ്, ഏത് എക്സാമ്പിളാണ് നമുക്ക് പറ്റുക, ദാറ്റ് ഈസ് ഇത് നമുക്ക് നോക്കാം അല്ലേ, ദാറ്റ് ഗുഡ് വില്ല്. ഓക്കെ, ഗുഡ് വില്ല് നമുക്ക് എന്താ ഇൻടാഞ്ചിബിൾ ഗുഡ്സ് ആയിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ് വില്ല്. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് എന്ത്, ഫുൾ ഫോം ഓഫ് WTO. ഏതാണ് ഫുൾ ഫോം ഓഫ് WTO? എന്താ WTOന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താ WTO പറയുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. എന്താ WTO കൊണ്ട് ഉദ്ദേശിക്കുന്നത്, WTO പറഞ്ഞാൽ എന്താ, നമ്മൾ ബിസിനസിന്റെ നയങ്ങളെ വ്യക്തമാക്കുന്ന ഒരു ആഗോള തരത്തിലുള്ള ഒരു സംഘടനയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബിസിനങ്ങളുടെ നയങ്ങളെ വ്യക്തമാക്കുന്ന ഒരു ആഗോള തലത്തിൽ വരുന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ, ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതാണ്, പ്ലാസ്റ്റിക് കാർഡ് ഈസ് പോപ്പുലർ നെയിം ഫോർ. എന്താണ് പ്ലാസ്റ്റിക് കാർഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് അറിയാം എന്താ പ്ലാസ്റ്റിക് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കാർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഡെബിറ്റ് കാർഡും ഉണ്ട് ക്രെഡിറ്റ് കാർഡും ഉണ്ട് അല്ലേ, രണ്ടും എന്താണ് പ്ലാസ്റ്റിക് കാർഡ്സുകളാണ്. സോ പ്ലാസ്റ്റിക് കാർഡ്സിനെ പോപ്പുലർലി പറയുന്ന പേരാണ് എന്ത്, ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന മറ്റു ഓപ്ഷൻസ് ആണ് ഏതൊക്കെ, ചെക്ക് പറയുന്നുണ്ട്, ഡിജിറ്റൽ ക്യാഷ് പറയുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് എന്ത്, ഹു എമംഗ് ദ ഫോളോയിങ് ഇസ് കാൾഡ് ദ കിങ് ഓഫ് മാർക്കറ്റ്. ആരാണ് മാർക്കറ്റിലെ കിങ് എന്നറിയപ്പെടുന്നത്, മാർക്കറ്റിലെ കിങ്. നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാം അല്ലേ, നമുക്കിങ്ങനെ ഒരു ബോർഡായിട്ട് കാണാം, എന്തായിരിക്കും, കസ്റ്റമർ ഇസ് ദ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതെന്താ, നമ്മൾ മാർക്കറ്റിൽ വരുന്ന ഇതെന്ന് പറയുന്നത്, അത് മാർക്കറ്റിലെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്, കസ്റ്റമേഴ്സിനെ. ഡെഫിനറ്റ്ലി എന്താണ്, കസ്റ്റമേഴ്സിനെയാണ് അല്ലേ. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അവിടെ ബിസിനസ് വളരുള്ളൂ അല്ലേ. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എന്താണ്, ദ കിങ് ഓഫ് മാർക്കറ്റിൽ പറയുന്നത് ആരെയാണ്, കസ്റ്റമർ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, മാർക്കറ്റർ കൊടുത്തിട്ടുണ്ട്, സെല്ലർ കൊടുത്തിട്ടുണ്ട്, വിർച്വൽ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദ കസ്റ്റമർ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഏതാണ്, കസ്റ്റമർ ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the non-paid process of generating wide range of communication to contribute a favorable attitude towards the product and the organization is called. എന്താ ഇവിടെ പറയുന്നത്, നോൺ പെയ്ഡ് പ്രോസസ് ഓഫ് ആണ് അല്ലേ, നോൺ പെയ്ഡ് ആണ്. നമുക്ക് അറിയാം ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, പക്ഷെ എന്താണ്, നോൺ പെയ്ഡ് ഫോം ആണ്. ഓക്കെ, ആ നോൺ പെയ്ഡ് ഫോമിന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ അറിയണം. ഓക്കെ, ഏതായിരിക്കും ആൻസർ വരിക, പബ്ലിസിറ്റി ആണ്. നമുക്കറിയാം അഡ്വർടൈസിംഗ് ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്യം ചെയ്യുന്നതിനാണ് എന്ത്, അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, നോൺ പേഴ്സണൽ ഫോം ആണ്. ഓക്കെ, അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്താണ്, നോൺ ദാറ്റ് ഈസ് പെയ്ഡ് ഫോം ആണ്. ഓക്കെ, അഡ്വർടൈസിംഗ് നമുക്കറിയാം പെയ്ഡ് ഫോം
ആണ്. പിന്നെ എന്തുകൂടിയാണ്? നോൺ പേഴ്സണൽ ആണ്. അതായത് ഒരാൾ പരസ്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു സ്പോൺസർഷിപ്പ് വഴിയാണ് ചെയ്യുക. അതായത് എന്താ? പെയ്ഡ് ഫോം ആണ്. അല്ലാതെ സ്വമേധ ആരും വന്ന് എന്ത് ചെയ്യില്ല, നമുക്ക് എന്ത് ചെയ്യില്ല, പരസ്യമില്ലേ? നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ പ്രൊഡക്റ്റ് എന്തുണ്ട് നമ്മൾ, അതായത് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട് പോവാറുണ്ട്. ഓക്കെ, അവർക്കൊക്കെ അതിനെന്തുണ്ട്? തക്കതായ പ്രതിഫലം കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എന്താണ്? ദാറ്റ് ഈസ് നോൺ പേഴ്സണൽ ആണ്, സ്വകാര്യതയാണ് അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? അവരെ സ്വകാര്യതയിൽ ഉള്ളതല്ല എന്ത് ഈ പരസ്യം ചെയ്യാന്നുള്ളത്. ദാറ്റ് ഈസ് എന്താണ്? അത് നോൺ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പബ്ലിസിറ്റി ഇവിടെ പറയുന്നത്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരാള് പറയാണ്, ഒരു ഷോപ്പ് പോയി ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പോയി പറയും എന്താണ്? അവിടെ അടിപൊളിയാണ്, നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. നമുക്കത് ആരെങ്കിലും പെയ്ഡ് ആയിട്ട് തരുന്നതാണോ? ആണോ? അല്ല. ഓക്കെ, പെയ്ഡ് ആയിട്ട് തരുന്നതല്ല. ഇറ്റ് ഈസ് എന്താണ്? നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതെന്ന് പറഞ്ഞത്? പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാം മൗത്ത് പബ്ലിസിറ്റി കണ്ടില്ലേ? നമ്മളിങ്ങനെ ഒരുപാട് പേരോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അവരെ ഫ്രണ്ട്സിനോട് പറയില്ലേ? അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പബ്ലിസിറ്റി എന്താണ് പറയുന്നത്? പേഴ്സണൽ ആണ്. അതായത് ഒരാളെ സ്വകാര്യതയിലൂടെ പറയുന്നത്. അതായത് ഒരാൾ എന്ത് ചെയ്യാണ്? അവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? അഭിപ്രായം മറ്റുള്ളവരോട് പറയുന്ന ഒരു ഇതാണ് എന്തെന്ന് പറഞ്ഞേ? പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയോ? സോ നോൺ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം? പബ്ലിസിറ്റി. നോൺ പെയ്ഡ് എന്ന് കണ്ടാൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഏത് ചൂസ് ചെയ്താൽ മതി? പബ്ലിസിറ്റി ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അത് പെയ്ഡ് ആണെങ്കിൽ ഏത് ചൂസ് ചെയ്യണം? അഡ്വർടൈസിങ് ആയിരിക്കും കേട്ടോ. പെയ്ഡ് ഫോം ആണ് എന്ത്? അഡ്വർടൈസിങ്. നോൺ പെയ്ഡ് ഫോം ആണ് ഏത്? പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വേറെ 2 ഓപ്ഷൻസ് കൂടെ കിടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. എന്താ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? വ്യക്തിഗത വിൽപ്പന എന്ന് പറയും. പേഴ്സണൽ സെല്ലിംഗ് എന്താണ്? വ്യക്തിഗത വിൽപ്പന. ഓക്കെ, അതെന്താ? ഒരാള് പോയിട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്? കസ്റ്റമറിനോട് എന്ത് ചെയ്യാണ്? ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ നിലവാരത്തെ കുറിച്ചിട്ട്, ക്വാളിറ്റി ഇഷ്യൂ എല്ലാം പറഞ്ഞിട്ട് മനസ്സിലാക്കി അയാൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നുള്ളത്? ഓക്കെ, വ്യക്തിഗത വിൽപ്പന എന്ന് പറഞ്ഞാൽ ഒരാൾ ഡയറക്റ്റ് പോയിട്ട്, ഓക്കെ, നമുക്കറിയാം നമ്മളെ വീടുകളിലേക്ക് ബാഗും തൂക്കിയിട്ട് ഒരുപാട് വ്യക്തികൾ വരലുണ്ട് അല്ലേ? അവരെന്ത് ചെയ്യും? നമ്മളോട് ഒരുപാട് സംസാരിച്ചിട്ട് ഒരു സൗഹൃദപരം എന്ത് ചെയ്യും? സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യും? അവർ സാധനങ്ങൾ എന്ത് ചെയ്യും? വിൽക്കും. ഓക്കെ, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അവർ നമുക്ക് പറഞ്ഞു തരും അല്ലേ? എന്നിട്ടാണ് എന്ത് ചെയ്യുക? അവർ നമ്മളെ സെയിൽ ചെയ്യിപ്പിക്കുക. ഇത് എന്ത് സെല്ലാണ്? എന്താണ് ഇതിൽ പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്താ? നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്ട്സ് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ അല്ലേ? പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? ആളുകളിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഒരുപാട് പ്രൊമോഷണൽ ടൂൾസ്, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഓരോ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, വിൽപ്പന പ്രോത്സാഹനത്തിന് യൂസ് ചെയ്യുന്ന തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അതിലിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈ 1 get 1 ഓഫർ ഉണ്ട്, 50% ഓഫർ പറയാം, ബോണസ് ഓഫർ കൊടുക്കും, എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കും. ഇതൊക്കെ എന്തിന് വരുന്നതാ? പ്രൊമോഷണൽ ടൂൾസിന് വരുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരാം, പ്രൊമോഷണൽ ടൂൾ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓഫേഴ്സിന്റെ കാര്യങ്ങൾ, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, ബൈ 1 get 1 ഫ്രീ ഉണ്ട്, ഓക്കെ, ബോണസ് ഓഫർ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പറയുന്നത് ഫുൾ ഫോം ഓഫ് B2C. എന്താ ഫുൾ ഫോം ഓഫ് B2C പറഞ്ഞാല്? ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സിൽ വരുന്നതാ അല്ലെ? ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടോ? ഏതൊക്കെയാണ്? 3 ടൈപ്സ് ഇ കൊമേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഒന്നുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ? ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ ഏതൊക്കെയാണെന്നുള്ളത്. ഇവിടെ ചോദ്യം അതല്ല, ചോദ്യം എന്താണ്? B2C എന്താണെന്നാണ്. എന്താ B2C എന്ന് പറഞ്ഞാൽ? ഇതൊരു ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് എക്കണോമിക്സ് അഥവാ ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സിൽ പെട്ട ഒന്നാണ്. എന്താ B2C എന്ന് പറഞ്ഞാൽ? ബിസിനസ് ടു കൺസ്യൂമർ അല്ലെ? ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു കൺസ്യൂമറിലേക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? അടുത്ത ടൈപ്പ് എന്താണ്? B2B. എന്താ B2B പറഞ്ഞാൽ? ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് അല്ലെ? ഒരു ബിസിനസ് സംരംഭം മറ്റൊരു ബിസിനസ് സംരംഭത്തിലേക്ക് ഒരു ഓൺലൈൻ വഴി എന്ത് ചെയ്യാണ്? സാധനങ്ങളും സേവനങ്ങളും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? B2B, ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, തേർഡ് വൺ എന്താ? C2C. എന്താ C2C പറഞ്ഞാല്?
ദാറ്റ് ഈസ് കൺസ്യൂമർ ടു കൺസ്യൂമർ. C2C എന്താണ്? കൺസ്യൂമറിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെ. നമ്മൾ കൺസ്യൂമേഴ്സ് ആയി നമ്മളിൽ നിന്ന് മറ്റൊരു കൺസ്യൂമേഴ്സിലേക്ക് സാധനങ്ങൾ എത്തിക്കൂലേ. ഓക്കെ, എന്ത് ആപ്പുകൾ ഉണ്ടല്ലേ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആപ്പുകൾ ഉണ്ട്. എക്സാമ്പിൾ പറയുക OLX. ഓക്കെ, OLX ഒരു ആപ്പാണ് അല്ലേ. നമ്മൾ എന്താ കൺസ്യൂമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് മറ്റ് കൺസ്യൂമേഴ്സിന് വിൽക്കുകയല്ലേ. അതാണ് എന്ത് പറഞ്ഞത് C2Cയിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഫുൾ ഫോം ഓഫ് B2C എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ. ഫുൾ ഫോം ഓഫ് C2C എന്താണ്? കൺസ്യൂമർ ടു കൺസ്യൂമർ. ഫുൾ ഫോം ഓഫ് B2B എന്താണ്? B2B ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഒരു ഇത് പറയാനുണ്ട്. എന്താ 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വന്നൊന്ന് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട് അല്ലേ. എവിടെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്നത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ദാറ്റ് ഈസ് ഡാഷ് ഫിനാൻഷ്യൽ ആൻഡ് ഡാഷ് ഡിസിഷൻസ്. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ 3 ഡിസിഷനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ചാപ്റ്റർ 10ലാണ് തോന്നുന്നു നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 3 ഡിസിഷനുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ഡിസിഷൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഡിസിഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട് അല്ലേ. ഡിവിഡൻഡ് ഉണ്ട് അല്ലേ. അതെന്താ? കമ്പനിയുടെ പ്രോഫിറ്റ് എത്രത്തോളം എന്ത് ചെയ്യണം, അവിടെയുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കണം, എത്രത്തോളം കമ്പനിയിൽ തന്നെ കീപ്പ് ചെയ്യണം നോക്കുന്ന ആ ഒരു തീരുമാനം എടുക്കുന്നതിന് പറയുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ. കമ്പനിയുടെ ഏതൊക്കെ ആസ്തികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കുന്നതിന് വേണ്ടി തീരുമാനം എടുക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ മാറ്റർ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനാണ് ഏത് പറയുന്നത്? ഡിസിഷൻസ് എടുക്കുന്നതിനാണ് ഇത് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഏതാണ്? ഫിനാൻഷ്യൽ ഡിസിഷൻ കൊണ്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? നമുക്കൊരു കുറച്ച് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. വൺ വേർഡ് ആയിട്ട് നിങ്ങൾ ആൻസർ പറയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. A, B എന്ന് പറഞ്ഞിട്ട്. അതിൽ A എന്താണ്? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അട്രാക്ടിങ് സ്യൂട്ടബിൾ അപ്ലിക്കൻസ് ഫോർ എംപ്ലോയ്മെന്റ്. അതായത് എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? തെരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് എംപ്ലോയ്മെന്റിലേക്ക് ഇടുന്നതിനാണ് ഏത് പറയുന്നത്? ഏതാണ് അത് പറയുന്നത്? സ്റ്റാഫിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ്. ഏതാണ്? റിക്രൂട്ട്മെന്റ്. ഓക്കെ, എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അട്രാക്ടിങ് സ്യൂട്ടബിൾ അപ്ലിക്കൻസ് ഫോർ എംപ്ലോയ്മെന്റ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എപ്പോഴും എന്ത് പ്രോസസ്സാണ്? പോസിറ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, മറക്കരുത്. ഈ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. മേ ബി ചോദിക്കാം. എന്താ ചോദിക്കുക? ഡാഷ് ഈസ് ദ പോസിറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ്. ഏതാണ് പോസിറ്റീവ് പ്രോസസ്? ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ്. അപ്പൊ പോസിറ്റീവ് പ്രോസസ് ഏതാണ്? എപ്പോഴും റിക്രൂട്ട്മെന്റ് ആണ് പോസിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, B ക്വസ്റ്റ്യൻ എന്താണ്? The process of choosing the most suitable person from among the list of interested. Most suitable person, ആ പേര് തന്നെ ഉണ്ട്. അതായത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യണത്. ഓക്കെ, എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? സെലക്ഷൻ ആണ്. ഓക്കെ, എന്താണ് സെലക്ഷൻ? സെലക്ഷൻ എപ്പോഴും എന്ത് പ്രോസസ്സാ? നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പ്രോസസ്സാണ്, നെഗറ്റീവ് പ്രോസസ് ആണ്. എന്ത് പറയണേ? സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് പ്രോസസ് എന്താണ്? റിക്രൂട്ട്മെന്റും നെഗറ്റീവ് പ്രോസസ് എന്താണ്? സെലക്ഷനുമാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയണേ? ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, എൻട്രി പോർട്ട് ട്രേഡ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഇമ്പോർട്ട് ട്രേഡ് ആണോ, എക്സ്പോർട്ട് ട്രേഡ് ആണോ, എൻട്രി പോർട്ട് ട്രേഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് ഇതാണ് പറയുന്നത്. വെൻ ദ ഫേം ഓഫ് എ കൺട്രി സെൽ ഗുഡ്സ് ടു ദ ഫേം ഓഫ് അനദർ കൺട്രി. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഏതാ പറയുന്നത്? ഒരു സ്ഥാപനം എന്ത് ചെയ്യാണ്? മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഏത് പറയുന്നത്? എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ് എന്താണ്? എക്സ്പോർട്ട് കയറ്റുമതിയാണ് അല്ലെ. എക്സ്പോർട്ട് പറഞ്ഞാൽ കയറ്റുമതിയാണ്. അതെന്താ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എന്ത് ചെയ്യാണ്? എത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? എക്സ്പോർട്ട് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ്പോർട്ട് ട്രേഡ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? when the firm of a country import goods for the purpose of exporting the same to the firm of some other countries with or without making any change. എന്താ ഇവിടെ പറയുന്നത്? ഒരു രാജ്യം കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റൊരു രാജ്യത്ത് നിന്ന് സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? എൻട്രി പോർട്ട് ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ആയിട്ട് എൻട്രി പോർട്ട് എന്ന് വന്നത്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ വന്നു, ഇപ്പൊ രണ്ടാമത് എന്ത് ചെയ്ത്? ഇപ്പോഴും ഇതേപോലെ ഒരു സെയിം ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. എൻട്രി പോർട്ട് ട്രേഡ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം അല്ലേ? ഓക്കെ, എന്താണ്? നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ വീണ്ടും വരാം.
ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി ഓൺ ദ ഫോളോയിങ് ബേസിസ്. എന്താ ഇവിടെ പറയുന്നത്? അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കോളായിട്ട് വരയ്ക്കണം. ദാറ്റ് ഈസ് അഡ്വർടൈസിങ് എന്താ, പബ്ലിസിറ്റി എന്താന്നുള്ളത്. ഓക്കെ, എന്താ അഡ്വർടൈസിങ്? പരസ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെ വിവരം എന്ത് ചെയ്യാണ്? ജനങ്ങളിലേക്ക് വ്യാപകമായി അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറയണേ? ദാറ്റ് ഈസ് അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് പ്രകാരമാണ്? നേരത്തെ പറഞ്ഞില്ലേ, പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതെന്ന് പറഞ്ഞത്? അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആൾസോ നമുക്ക് ഇതിലൊരു പോയിന്റ് കൂടെ ഉൾപ്പെടുത്താം. ദാറ്റ് ഈസ് എ നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിലില്ല, ബട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ. എന്ത് ഫോമാണ്? നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയണേ? ദാറ്റ് ഈസ് അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പബ്ലിസിറ്റി. എന്താ പബ്ലിസിറ്റി പറയുന്നത്? പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എന്താ? അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നം, സേവനം അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് അതിന്റെ പ്രവർത്തനം, ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ വാർത്തകളായി പ്രത്യക്ഷപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഏത്? പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എന്തിന്റെ ആവശ്യമില്ല, ഒരു പരസ്യ നടപടി നടത്തുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്തില്ല? പെയ്ഡ് ഫോം അല്ല. ഓക്കെ, നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എന്താണ്? പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പേഴ്സണൽ ആൻഡ് നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് പരസ്യം, അഡ്വർടൈസിംഗും നമ്മൾ പറഞ്ഞു, പബ്ലിസിറ്റിയും പറഞ്ഞു അല്ലെ? രണ്ടിന് ഡിഫറൻസ് എപ്പോഴും ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് പരസ്യം എന്ന് പറയുന്നത് എന്താണ്? പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്ത് ചെയ്യാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, എന്ത് ചെയ്യാണ് അത് ജനങ്ങളിലേക്ക് വ്യാപകമായി എത്തിക്കുന്ന ആ ഒരു അവതരിപ്പിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? നമ്മൾ പണം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? അഡ്വർടൈസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് പബ്ലിസിറ്റി എന്തല്ല? ഒരിക്കലും എന്തല്ല? പരസ്യം പോലുള്ള, അഡ്വർടൈസിംഗ് പോലുള്ളതല്ല. ദാറ്റ് ഈസ് എന്താണ്? നോൺ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇതെന്താണ്? നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നത്? ഇതിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാധ്യമങ്ങളിൽ എന്ത് ചെയ്യാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ് വാർത്തകളായി പ്രത്യക്ഷപ്പെടുന്ന രീതിയാണ് എന്ത് പറയുന്നത്? പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച്, അതായത് ഒരു ഇംഗ്ലീഷിൽ വരുന്ന കുറച്ച് വേർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് വരുന്ന വേർഡ്സുകൾ എന്ന് പറയുന്നത്? അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റിയിൽ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എന്തല്ല? നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ എന്താണ്? ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഏജൻസി മുഖേനയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അഡ്വർടൈസിംഗ് കൊടുക്കുന്നത്. അതേപോലെ അവർക്ക് എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? സെയിൽസ് ഇമ്പാക്ട് ചെയ്യുക അല്ലെ? അവർക്ക് വിൽപ്പന വർദ്ധിപ്പിക്കുക, വിൽപ്പനയുടെ വർധനവ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അഡ്വർടൈസിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ദാറ്റ് ഈസ് പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പബ്ലിസിറ്റി പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പേഴ്സണൽ ഓർ നോൺ പേഴ്സണൽ. ഓക്കെ, പബ്ലിസിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ആയിരിക്കാം, മേ ബി നോൺ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പബ്ലിസിറ്റിയിൽ വരുന്നത്. ഇത് മൂന്നാമതൊരാളാണ് പറയുന്നത് അല്ലെ? അതെന്താ? മൂന്നാമതൊരാൾ, അതായത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മൾ പറയുന്നത് അല്ലെ? കമ്പനിയോ നേരിട്ട് അപ്രോച്ച് ചെയ്ത് ആരും അല്ല. ഓക്കെ, പിന്നെ എന്താണ്? നമ്മൾ ബിസിനസിന്റെ ഇമേജ് ആണ് ഇതിലൂടെ വർദ്ധിക്കുക. നമ്മൾ ഒരു കടയിൽ പോയിട്ട് പറയില്ല അവിടെ അടിപൊളിയാണ്, നല്ല കളക്ഷൻ ഉണ്ട് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ കമ്പനിയുടെ ഇമേജ് ആണ് വർദ്ധിക്കുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? അഡ്വർടൈസിംഗ് വേഴ്സ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2 or 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രെയിനിങ് ടു എംപ്ലോയീസ്. ഓക്കെ, സ്റ്റേറ്റ് എനി 3 benefits ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യും, എംപ്ലോയീസിനെ പരിശീലിപ്പിക്കാൻ വരുന്നതിന്റെ 3 ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ? എന്താണ്? ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളിപ്പോൾ കാണാറുണ്ട് ട്രെയിനിങ് കൊടുക്കൂലേ എംപ്ലോയീസിന്? എന്തിനാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? അതായത് ഒന്നുകൂടി മെച്ചപ്പെട്ട് ജോലി ചെയ്യാൻ അല്ലേ? അതെന്താ? അവർക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാണ്? ആ ജോലിയായിട്ട് പരിചിതമാവാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യണത്? നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണത്. ഓക്കെ, അപ്പൊ എന്താണ് ട്രെയിനിങ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രെയിനിങ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് ടു എംപ്ലോയീസ് എന്താണ്? അതായത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതാണ് എന്ത്? ട്രെയിനിങ് ടു എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? നമുക്ക് ഒരുപാട് പരിശീലനം ചെയ്ത് എന്ത് കിട്ടും? അറിവ് കിട്ടും. ഓക്കെ, ഒരുപാട് ഇത് ചെയ്താൽ എന്ത് ചെയ്യും? പരിശീലനം ചെയ്താൽ അറിവ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? നമ്മളെ ജോലിയെ ലക്ഷ്യമാക്കി
ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറഞ്ഞ ട്രെയിനിങ് ടു എംപ്ലോയീസ് എന്ന് പറയുന്നത്. എന്താണ്? ജോലിയെ ലക്ഷ്യമാക്കിയുള്ള ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ? ദാറ്റ് ഈസ് ട്രെയിനിങ് ടു എംപ്ലോയീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ട്രെയിനിങ് ടു എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ്? ഏതൊക്കെയാണ്? കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാരെ പ്രാപ്തരാക്കുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? പരിശീലനം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അറിവ് കിട്ടൂലേ? നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിലൂടെ നമുക്ക് ഒരുപാട് അറിവ് നേടാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? നമുക്ക് എന്താ? ജോലിയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത്? ഏത്? ട്രെയിനിങ് ടു എംപ്ലോയീസിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതാണ് സ്റ്റേറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വരുന്ന 4 ഒബ്ജക്റ്റീവ്സുകളാണ് പറയുന്നത്. ഏതൊക്കെയാണ് 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ജീവിത നിലവാരം ഉയർത്തുന്നു അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? നമ്മളെ ജീവിത നിലവാരം ഉയർത്തുന്നുണ്ട്. അതേപോലെ ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് വരാം. പിന്നെ എന്താണ്? സുസ്ഥിര വികസനം അല്ലെ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞേ? നമ്മളെ ലോക വിഭവങ്ങളെ പരമാവധി എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്താം. ഓക്കെ, ലോക വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് എന്ത് എന്ന് പറയുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ക്ലിയർ ആണോ? ഏതൊക്കെയാണ്? ജീവിത നിലവാരം ഉയർത്തുന്നുണ്ട്, അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, പിന്നെ എന്താണ്? ലോക വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അതുപോലെ എന്താണ്? സുസ്ഥിര വികസനം എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് സ്റ്റേറ്റ് ദ റോൾ ഓഫ് നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSICL. ഓക്കെ, NSIC എന്ന് പറയും. ഓക്കെ, NSIC പറഞ്ഞാൽ എന്താ? നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. എന്താണ് നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത് പറഞ്ഞത്? ചെറുകിട വ്യാപാരങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരിതാണ്. ഓക്കെ, അത് നമുക്ക് ഇതിൽ ഏത് പോയിന്റിൽ ഉൾപ്പെടുത്താൻ പറ്റും? കാരണം എന്താ? NSIC എന്ന് പറഞ്ഞാൽ എന്താ? ചെറുകിട വ്യാപാരങ്ങളെ മെച്ചപ്പെടുത്തുന്ന രീതി, അതായത് അവരെ മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. ഓക്കെ, എന്തൊക്കെ പറയുന്നത്? രാജ്യത്തിലെ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും വളർത്താനുമായി 1955 സ്ഥാപിതമായ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തിലെ ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും അവരെ വളർത്താനും വേണ്ടിയിട്ട് 1955 സ്ഥാപിതമായ ഒന്നാണ് എന്തെന്ന് പറയണേ? ദാറ്റ് ഈസ് നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്ന ഒരു 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് സ്റ്റേറ്റ് എനി 3 എസെൻഷ്യൽ എലമെന്റ് സർഫസ് സൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻ. സൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിന്റെ 3 എലമെന്റ്സ് ആണ്, 3 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് 3 എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? വിഭവങ്ങൾ പരമാവധി ഗുണകരമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടത്ര ധനം. ഓക്കെ, ഒന്നെന്താണ്? നമ്മളെ വിഭവങ്ങൾ നമുക്ക് പരമാവധി ഗുണകരമായിട്ടാണോ നമ്മൾ വിനിയോഗിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്തണം. ഓക്കെ, രണ്ടാമത് എന്താ പറയണേ? നമ്മളെ ബിസിനസിന്റെ നിയന്ത്രണം കൈമോശം വരുത്താതെ എന്ത് ചെയ്യണം? നമ്മൾ ഉടമകളെ സംരക്ഷിക്കണം. ഓക്കെ, നമ്മളെ ബിസിനസ് എന്ത് ചെയ്യരുത്? അന്യാധീനപ്പെട്ടു പോവരുത് എന്നൊക്കെ പറയില്ലേ? അതെന്ത് ചെയ്യണം? അതിനുവേണ്ടി നമ്മൾ ആരെ സംരക്ഷിക്കണം? അതിൽ വരുന്ന ഓണേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, പിന്നെന്താ പറയണേ? നമ്മളെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ധനപരമായ ഘടനയിൽ എന്ത് ചെയ്യുക? ആ പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യുക? ലളിതമായിട്ട് നിലനിർത്താൻ നോക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ധനപരമായ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്ലാനിങ് എന്ത് ചെയ്യണം? ലളിതമായി നിലനിർത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് പറയുന്നത്? 3 പോയിന്റുകൾ ഏതൊക്കെയാണ് പറയുന്നത്? നമ്മൾ വിഭവങ്ങൾ എന്ത് ചെയ്യണം? പരമാവധി ഗുണകരമായിട്ട് വിനിയോഗിക്കണം. അതേപോലെ എന്ത് ചെയ്യണം? ബിസിനസിന്റെ നിയന്ത്രണം നമ്മൾ കൈമോശം വരാതെ സംരക്ഷിക്കണം. അതുപോലെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യണം? ധനപരമായ ഘടനയിൽ പ്ലാനിങ് എന്ത് ചെയ്യണം? നമ്മൾ ലളിതമായി നിലനിർത്തണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വരുന്ന 2 or 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ബില്ലുകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ബില്ലുകളെ കുറിച്ച് പറഞ്ഞത്? ഓക്കെ, ബില്ല് ഏതൊക്കെയാണ് പറഞ്ഞത്? ബില്ല് ഓഫ് ലേഡിങ്, ഷിപ്പിംഗ് ഓർഡർ, മെയ്റ്റ് റെസിപ്റ്റ്. ഓക്കെ ഓക്കെ, ബില്ലുകൾ പറഞ്ഞു അല്ലേ? ബില്ല് ഓഫ് ലേഡിങ് ഉണ്ട്, ഷിപ്പിംഗ് ഓർഡർ ഉണ്ട്, മെയ്റ്റ് റെസിപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏത് ബില്ല?
ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ്? ഇറക്കുമതിക്കാരന്റെ അക്കൗണ്ട് വഴി കയറ്റുമതിക്കാരന് പണം നൽകുന്ന ആ ഒരു ഡോക്യുമെന്റിന് പറയുന്ന പേരാണിത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതാണ് എന്ത്? ബിൽ ഓഫ് ലേഡിംഗ്. ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധനങ്ങൾ കപ്പലിൽ കയറ്റിയതിന് എന്ത് ചെയ്യും? ഷിപ്പിംഗ് കമ്പനി നൽകുന്ന ഒരു റെസീറ്റ്, ഒരു രേഖ. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കപ്പലിൽ കയറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു കപ്പൽ, ആ ഒരു ഷിപ്പിംഗ് കമ്പനി നമുക്ക് നൽകുന്ന ആ ഒരു റെസീറ്റ് അഥവാ ആ ഒരു ഡോക്യുമെന്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞേ? ബിൽ ഓഫ് ലേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഷിപ്പിംഗ് ഓർഡർ ആണ്. എന്താ ഷിപ്പിംഗ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കസ്റ്റം അതോറിറ്റി എന്ത് ചെയ്യാണ്? കയറ്റുമതിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള, അതായത് കസ്റ്റം അതോറിറ്റി അവർ കസ്റ്റം ക്ലിയറൻസ് കഴിഞ്ഞ് നമുക്കൊരു ഇത് തരും. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ സാധനങ്ങൾ എന്ത് ചെയ്യാം? കയറ്റുമതി ചെയ്യാം എന്ന് അനുമതി നൽകിക്കൊണ്ട് നമുക്ക് തരുന്ന ഒരു ഡോക്യുമെന്റ് അഥവാ ഒരു രേഖക്കാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഷിപ്പിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്? മെയ്റ്റ് റെസിപ്റ്റ്. എന്താ മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്? നമ്മളെ സാധനങ്ങൾ കപ്പലിൽ കയറ്റി കഴിയുന്നതോട് കൂടെ എന്ത് ചെയ്യാണ്? ക്യാപ്റ്റൻ എന്ത് ചെയ്യും? ഒരു റെസീറ്റ് നൽകും. അതിനാണ് എന്ത് പറയുന്നത്? മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, മാറ്റണ്ടേ? ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനി നൽകുന്നതാണ്. ബട്ട് മെയ്റ്റ് റെസിപ്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധനങ്ങൾ കപ്പലിൽ കയറ്റിയിട്ട് നമുക്ക് ആര് തരുന്നതാണ്? ക്യാപ്റ്റൻ തരുന്നതാണ്. ഓക്കെ, ക്യാപ്റ്റൻ തരുന്ന ആ റെസീപ്റ്റിനാണ് ഏത് പറയുന്നത്? മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെ ബില്ലുകളാണ്? നമ്മൾ ഒരുപാട് ബില്ലുകൾ അതിൽ പഠിക്കാണ്ടിട്ടു. അപ്പൊ നിങ്ങൾ എന്ത് 100% ഉറപ്പാണ് എന്ത് ഉണ്ടാകും? ഏതെങ്കിലും ഒരു ബില്ല് അഥവാ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് ചോദിക്കാം. ഏതൊക്കെയാണ്? ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞു, ഷിപ്പിംഗ് ഓർഡർ പറഞ്ഞു, മെയ്റ്റ് റെസിപ്റ്റ് പറഞ്ഞു, നമ്മൾ നേരത്തെ ഏത് ഡിസ്കസ് ചെയ്തു? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൂടെ ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പോവുകയാണ്. ഓക്കെ, മെൻഷൻ എനി 3 ലിമിറ്റേഷൻസ് ഓഫ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിന്റെ 3 ലിമിറ്റേഷൻസ്. നമുക്കറിയാം ഇ കൊമേഴ്സ് എന്താണെന്നൊക്കെ അല്ലേ? നമ്മൾ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഇത് ഉപയോഗിച്ച് അഥവാ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് അഥവാ ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും ഓൺലൈൻ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് എന്തൊക്കെയാണുള്ളത്? ഏതൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഇ കൊമേഴ്സ് ആയിട്ട് വരിക? ഒന്നെന്താണ്? നമുക്ക് ഉപഭോക്താക്കളായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടോ? നമുക്ക് ആ കടക്കാരറിയോ? നമുക്ക് സാധനങ്ങൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തു, ആമസോണിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തു, ഓക്കെ, നമുക്ക് അവരായിട്ട് നേരിട്ട് ബന്ധമില്ല, ഇല്ല. അപ്പൊ അതെന്താണ്? ഒരു ലിമിറ്റേഷൻ അല്ലേ? ഉപഭോക്താക്കളുമായിട്ട് നമുക്ക് എന്തില്ല? നേരിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, ആ ഒരു ബിസിനസ്സിന് തലയെടുക്കണല്ലേ, ആ ബിസിനസ്സുകാരുമായിട്ട് നമുക്കൊരു നേരിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഇടപാട് നടത്തുന്നതിന് ശേഷമേ ഉൽപ്പന്നം ലഭിക്കുകയുള്ളൂ. എന്താ പറയുന്നത്? നമ്മൾ ഇടപാട് നടത്തിയതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഉൽപ്പന്നം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇടപാട് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഉൽപ്പന്നം, അതായത് പൈസ കൊടുത്താലേ സാധനം ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? നമ്മളിങ്ങനെ ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ വഴിയാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായി നേരിടുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടർ വൈറസുകൾ. ഓക്കെ, കമ്പ്യൂട്ടർ വൈറസുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യേണ്ടി? കമ്പ്യൂട്ടർ വൈറസുകൾ എന്ത് ചെയ്യും? അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ വൈറസുകൾ എന്തുണ്ടാക്കുന്നുണ്ട്? അനേക പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ വൈറസുകൾ അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതെന്താണ്? അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ വൈറസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ലിമിറ്റേഷൻസ് 3 ലിമിറ്റേഷൻസ് ക്ലിയർ അല്ലേ? ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധമില്ല, പിന്നെന്താണ്? ഇടപാട് നടത്തുന്നതിന് ശേഷമേ ഉൽപ്പന്നം ലഭിക്കുകയുള്ളൂ, കമ്പ്യൂട്ടർ വൈറസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അനേക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്, മെസ്സേജ് ഉണ്ട്, അതേപോലെ പ്രോട്ടോകോൾസ്. ഓക്കെ, ദാറ്റ് ഈസ് എൻകോഡിങ്, ഡീകോഡിങ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ആശയവിനിമയത്തിന്റെ പ്രധാനമായിട്ടുള്ള എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷന്റെ ബേസിക് എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? സെൻഡർ ഉണ്ടായിരിക്കാം, റിസീവർ ഉണ്ടായിരിക്കാം, ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടായിരിക്കാം, പ്രോട്ടോകോൾസ് എല്ലാം മെസ്സേജ് ഉണ്ടായിരിക്കാം, ഓക്കെ, എൻകോഡിങ് ഉണ്ടായിരിക്കാം, ഡീകോഡിങ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? കമ്മ്യൂണിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ്. സെൻഡർ, റിസീവർ, എന്താണ്? ട്രാൻസ്മിഷൻ മീഡിയം, മെസ്സേജ്, എൻകോഡിങ്, ഡീകോഡിങ്. ഓക്കെ, ക്ലിയർ ആയോ? എൻകോഡിങ്, ഡീകോഡിങ്, സെൻഡർ ഉണ്ട്, റിസീവർ ഉണ്ട്, ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്, ഓക്കെ, മെസ്സേജും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ,
നെക്സ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് 2 or 3 മാർക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഹൂ ഈസ് ലീഡർ ആൻഡ് ലിസ്റ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഓക്കെ, ആരാണ് ഒരു ലീഡർ? ലീഡർ പറഞ്ഞാൽ ആരാണ്? എന്തൊക്കെയാണ് ആ ഒരു ലീഡറിന്റെ കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തൊഴിലാളികളെയും സ്ഥാപനത്തിലെ വിവിധ മേഖലയിലുള്ളവരെയും പ്രേരിപ്പിക്കുന്ന പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലീഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിൽ വരുന്ന, അതായത് എന്താ, അവരെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തൊഴിലാളികളെയും സ്ഥാപനത്തിലെ വിവിധ മേഖലകളെയും പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ലീഡർ എന്ന് പറയുന്നത്. ലീഡറിന്റെ കുറച്ച് ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? സ്കിൽ ആൻഡ് നോളജ് ഉണ്ട്, ഹോണസ്റ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹ്യൂമാനിറ്റി, സെൽഫ് കോൺഫിഡൻസ്. ഏതൊക്കെയാണ്? സ്കിൽ ആൻഡ് നോളജ്, ഹോണസ്റ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഗുഡ് കമ്മ്യൂണിക്കേഷന്, ഹ്യൂമാനിറ്റി, സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലീഡറിൽ വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചൊരു 2 minutes ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. SSLC +2 പാതി വഴിയിൽ മുടങ്ങി പോയവരാണോ നിങ്ങൾ? അതും പഠനം പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ 6 മാസം SSLC +2 പഠനം പൂർത്തിയാക്കാൻ ഐബ്രിഡ് BBAയിലൂടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ ഡിസ്റ്റൻസ് കോഴ്സ് അഡ്മിഷൻ നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. ഫൈനൽ എക്സാം മാത്രം ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ പൂർണ്ണമായും ഓൺലൈൻ അടുത്തുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളും സ്റ്റഡി മെറ്റീരിയൽസും ഐബ്രിഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അഡ്മിഷൻ എടുക്കാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഹയർ സ്റ്റഡീസിന് തടസ്സമാകും. ഫോർ അഡ്മിഷൻ ഡീറ്റെയിൽസ് കോൺടാക്ട് us now. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിഗ്രി എടുത്താലോ? അതും കേരള അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിഗ്രി എടുത്താലോ? അതും കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഐബ്രിഡ് നിങ്ങളെ സഹായിക്കാം. ഐബ്രിഡിന്റെ ഡിസ്റ്റൻസ് BBAയിലൂടെ ഏറ്റവും ക്വാളിറ്റിയോടെ BBA പഠിച്ച് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം. അഡ്മിഷന്റെയും എക്സാമിന്റെയും കാര്യം ആലോചിച്ച് പേടിക്കേണ്ട. എല്ലാ പ്രൊസീജിയേഴ്സും പൂർണ്ണമായും ഓൺലൈൻ ആണ്. എക്സാമിനോടനുബന്ധിച്ച് റെക്കോർഡഡ് ക്ലാസുകളും സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. UGC ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഓൺലൈൻ അപ്രൂവ്ഡ് ആയതിനാൽ ഐബ്രിഡിന്റെ സർട്ടിഫിക്കറ്റ് ഹയർ സ്റ്റഡീസിന് തടസ്സമാവില്ല. ഫോർ അഡ്മിഷൻ ഡീറ്റെയിൽസ് കോൺടാക്ട് us now. ഓക്കെ, അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും എത്തിക്കാണ്. എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നോക്കല്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ക്ഷീണിച്ചിട്ടൊന്നുമില്ല എല്ലാവരും? ഓക്കെ, നമ്മളെ ലക്ഷ്യം എന്താണ്? 100% വിജയമാണ് അല്ലേ? നമുക്ക് എല്ലാ സബ്ജക്റ്റിലും വിജയിക്കണം. ഓക്കെ, ബിസിനസ് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ എന്താണ്? ബിസിനസ് സ്റ്റഡീസ് ആണ് ഉള്ളത് അല്ലേ? പിന്നെ ഡാറ്റ എൻട്രി ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ബിസിനസ് നമുക്ക് സെറ്റ് ആക്കണം അല്ലേ? ബിസിനസ് നമുക്ക് സെറ്റ് ആക്കണം. നമുക്ക് നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ലീഡർ എന്താണ്? ക്വാളിറ്റീസ് ആണല്ലേ? ക്വാളിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? നിങ്ങൾക്ക് എന്ത് എഴുതാം. ഒരു ലീഡർ ആവാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയുണ്ട്? സ്കില്ലുണ്ട്, ഹോണസ്റ്റി ഉണ്ടായിരിക്കണം, ഉത്തരവാദിത്തം അല്ലേ, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കണം, ഒരു ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കണം ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻ എത്തില്ലേ? ഏതാണ്? ഒരുപാട് തവണ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഏതാണ്? ഡ്രോ ദ പിരമിഡ് ഓഫ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്. എന്താ ഇവിടെ പറയുന്നത്? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്താണ്? ഒരു പിരമിഡ് വരക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി പറഞ്ഞ എബ്രഹാം മാസ്ലോ കൊണ്ടുവന്ന പ്രൊപ്പൗണ്ട് ചെയ്ത ഒരു തിയറിയാണ് എന്ത്? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ ഏതൊക്കെയുണ്ട്?
സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ട്, സെൽഫ് എസ്റ്റീം, സോഷ്യൽ നീഡ്, സേഫ്റ്റി നീഡ്, ഫിസിയോളജിക്കൽ നീഡ്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അതായത് ബേസ് മുതലാണ് നോക്കേണ്ടത്. ബേസിൽ സ്റ്റാർട്ടിങ് എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പൊ ഒരു ആളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അയാളെ അതായത് അയാൾക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണം, അതായത് വെള്ളം അല്ലെ, അയാളെ ഭക്ഷണം, വെള്ളം, അയാൾക്ക് താമസിക്കാനുള്ള പാർപ്പിടം, ഈ വസ്ത്രം, ഇതൊക്കെയാണ് ഒരാളെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞത്. പിന്നെ എത്തുമ്പോൾ എന്താ, സേഫ്റ്റി നീഡിലേക്ക് എത്തും. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണം, സേഫ് ആയിട്ട് വേണം അല്ലെ, സേഫ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടണം. ഓക്കെ, അതാണ് സേഫ്റ്റി നീഡ്. ഇപ്പൊ അവർക്ക് വല്ല മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ ഇതാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സേഫ്റ്റി നീഡിൽ വരിക. പിന്നെ സോഷ്യൽ പറയുമ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്രണ്ട്സ് വേണം, ഫാമിലി വേണം അല്ലെ, ദാറ്റ് ഈസ് എന്താണ്, അതിലൂടെ പറയുന്നതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞത്. ദെൻ സെൽഫ് എസ്റ്റീം പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ്. ഓക്കെ, നമ്മുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ്, നമുക്കിപ്പോൾ ഒരു ജോബ് ആണെങ്കിൽ നമുക്കൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ഉള്ളൊരു ഡിസയർ ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് എന്ത് പറഞ്ഞാൽ, ലാസ്റ്റ് വണ്ണാണ്, ഇതെല്ലാം നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, എന്നാലേ എന്തുണ്ടാവുള്ളൂ, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിന്റെ പിരമിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ എനി 2 മെറിറ്റ്സ് ഓഫ് ഇ കോമേഴ്സ്. മെറിറ്റ്സ് ഓഫ് ഇ കോമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇ കോമേഴ്സിന്റെ മെറിറ്റ്സ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ലേ, ഇ കോമേഴ്സിന്റെ ഡിമെറിറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, അതേപോലെ വരുന്ന ഒന്നാണ് മെറിറ്റ്സ്. മെറിറ്റ്സ് മേ ബി ചോദിക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താണ്, ഒരു കമ്പ്യൂട്ടറുകളുടെ ഇന്റർനെറ്റ് മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്യണത്, നമ്മളൊരു വ്യാപാര പ്രവർത്തനം നടത്തുന്നത് അല്ലേ. നമ്മൾ എന്താണ്, ഒരു കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വ്യാപാര പ്രവർത്തനം നടത്തുന്നത്. പിന്നെന്താ ഇവിടെ പറയുന്നത്, ഇവിടെ എന്താണ്, നമ്മൾ വിൽപ്പനക്കാരുമായുള്ള ഓഫറുകൾ നൽകുന്നതും സ്വീകരിക്കുന്നതും അതേപോലെ പണം അടക്കുന്നതും എല്ലാം എന്തിലൂടെയാണ്, ഇന്റർനെറ്റ് വഴിയിലൂടെയാണ്. ഓക്കെ, നമ്മളിവിടെ എല്ലാ പ്രോസസ്സും, ഓൾ ഓവർ പ്രോസസ് അല്ലേ, വിൽപ്പനക്കാർക്ക് വരുന്ന ഓഫേഴ്സ് അത് അവർ നൽകുന്നതും അത് അവർ സ്വീകരിക്കുന്നതും അതേപോലെ എന്താണ്, നമ്മൾ പണം അടക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിലൂടെ പോണത്, ഒരു ഇന്റർനെറ്റ് വഴിയാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ഇവിടെ പറയുന്നത്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ KPO ആൻഡ് BPO. എന്താ പറയുന്നത്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ KPO ആൻഡ് BPO. BPO പറഞ്ഞാൽ എന്താണ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. BPO എന്താണ്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, ആൻഡ് KPO പറഞ്ഞാൽ എന്താണ്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, BPO പറഞ്ഞാൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗും ആൻഡ് KPO പറഞ്ഞാൽ എന്താണ്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, BPO ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്താ നോക്കാം. നമ്മൾ എന്താണ്, നമ്മുടെ ബിസിനസ്സിലെ ചില സാധാരണവും അതേപോലെ എന്താണ് ആവർത്തന സ്വഭാവമുള്ളമായ ദൈനംദിന ജോലികൾ എന്ത് ചെയ്യും, മറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യും, പുറംകരാർ നൽകും അല്ലെ. നമ്മൾ എന്താണ്, ഇപ്പൊ കസ്റ്റമർ സപ്പോർട്ട്, ഡാറ്റ എൻട്രി, ടെക്നിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ പുതിയ സേവനങ്ങളാണ്. ഇതൊക്കെ എന്താണ്, BPOന്റെ സേവനങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു കമ്പനിക്ക് പുറംകരാർ നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് KPO പറഞ്ഞാൽ എന്താണ്, എന്താ KPO കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. KPO എന്താണ്, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. KPO കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വിജ്ഞാനം ആവശ്യമായി കൂടുതൽ യോഗ്യതയും പ്രത്യേകതയും ആവശ്യപ്പെടുന്ന ജോലികൾ എന്ത് ചെയ്യാണ്, നമ്മൾ പുറംകരാർ നൽകുക. അതായത് എന്താണ്, അത് കൂടുതൽ അറിവ് സംബന്ധമായിട്ടുള്ള ഇതുള്ളത്, കൂടുതൽ യോഗ്യത ഉള്ളത്, കൂടുതൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുറംകരാർ, ആ ജോലികളൊക്കെ നമ്മൾ പുറംകരാർ നൽകുന്നതിനെയാണ് ഏത് പറയുന്നത്, ദാറ്റ് ഈസ് KPO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, മാർക്കറ്റിംഗ് റിസർച്ച്, അതേപോലെ ഫിനാൻഷ്യൽ അനാലിസിസ്, ലീഗൽ സേവനങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ദാറ്റ് ഈസ് KPO നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? BPO എന്താന്നും പറഞ്ഞു, KPO എന്താന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് എന്താണ്, ഫുൾ ഫോം ആണ് അല്ലേ. BPO പറഞ്ഞാൽ എന്താണ്, സാധാരണ ജോലികൾ പുറംകരാർ നൽകുന്നതിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. KPO പറയുന്നത് എന്താണ്, വിജ്ഞാനപരമായ ജോലികൾ പുറംകരാർ നൽകുന്നതാണ്. ദാറ്റ് ഈസ് എന്താ, നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. മേ ബി വൺ വേർഡ് ആയിട്ട് ചോദിക്കാട്ടോ, എന്താണ് വാട്ട് യു മീൻ ബൈ BPO ഓർ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് KPO എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആണെങ്കിൽ എല്ലാവരും ഒരു യെസ് എന്ന് പറയൂ. ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടൂ എല്ലാവരും. ഓക്കെ അല്ലേ?
ഓക്കെ. സോ BPO ആൻഡ് KPO ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏതാ MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, 2 മാർക്ക് 3 മാർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് വരാനുള്ളതാണ് എന്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എന്താ 5 മാർക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സിഡ്കോ ആൻഡ് SISI ഇൻ പ്രൊവൈഡിങ് സപ്പോർട്ട് ടു സ്മാൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ, എന്താ പറയുന്നത്? ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കമ്പനിയാണ് ഇത് സിഡ്കോ അല്ലേ. ദെൻ എന്താ സ്മാൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ് ആയിട്ട് പറയുന്നതാണ് എന്ത് സിസി, ദാറ്റ് SISI എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഏതാണ്? നമ്മളെ ചെറുകിട വ്യാപാരത്തെ വളർത്താൻ വേണ്ടി അഥവാ അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റോൾ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താ റോൾ എന്ന് പറയുന്നത്? സിഡ്കോന്റെ റോൾ എന്താണ്? നമ്മൾ വിപണനത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? നമ്മളെ വിപണനത്തിന് സഹായിക്കുന്ന ഒന്നാണ് സിഡ്കോ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് നമുക്ക് വരുന്ന അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുകയും അവ എന്ത് ചെയ്യാണ് സംരംഭകർക്ക് എന്ത് ചെയ്യാണ് നൽകുകയും ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്യാണ് സംഭരിച്ചിട്ട് അവ എന്ത് ചെയ്യാണ് സംരംഭകർക്ക് നൽകുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഏത് പറഞ്ഞ സിഡ്കോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞത്? വിപണന സഹായം നൽകുന്നുണ്ട്. അതേപോലെ പറയുന്ന ഒന്നാണ് എന്ത് ഹയർ പർച്ചേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണത് നമ്മളെ യന്ത്രങ്ങൾ നൽകുന്നത്. ഓക്കെ, ഹയർ പർച്ചേസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യണത് നമ്മളെ യന്ത്രങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ദാറ്റ് ഈസ് അടുത്തതാണ് പറയുന്നത് SISI അല്ലേ, ദാറ്റ് ഈസ് സ്മാൾ ഇൻഡസ്ട്രിയൽ ഇതാണ് പറയുന്നത്. സ്മാൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഏതൊക്കെയാണ് പറയുന്നത്? ഒന്നെന്താണ് നമ്മൾ ഇതേ സെയിം തന്നെ എന്താണ് നമ്മൾ എന്താണ് ചെറുകിട വ്യാപാരത്തെയാണ് നമ്മൾ മെച്ചപ്പെടുത്തുന്നത്. അതേപോലെ എന്തുണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് സർവീസുകൾ അവർ നൽകുന്നുണ്ട്. അതേപോലെ എന്തുണ്ട് വികസന പരിപാടികൾ, നമ്മളെ സംരംഭത്തിന്റെ വികസന പരിപാടികൾ നടത്തുന്നതും ആരാണ്? ഇവരെന്നെയാണ് അല്ലേ. നമ്മളെ സംരംഭത്തിന്റെ വികസന പരിപാടികളും എന്ത് ചെയ്യുന്നുണ്ട് ഇവരെന്നെയാണ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ടെക്നിക്കൽ സപ്പോർട്ട് സർവീസ് നൽകുന്നുണ്ട്. അതേപോലെ സംരംഭത്വ വികസന പരിപാടികളും നടത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന്റെ അടുത്ത ചോദ്യമാണ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം? ഏതാണ്? എക്സ്പ്ലെയിൻ എനി 5 ഫോംസ് ഇൻ വിച്ച് സ്മാൾ ബിസിനസ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് സ്മാൾ ബിസിനസ്സിൽ വരുന്ന 5 ഫോമുകൾ? ഏതൊക്കെയാണ് 5 ഫോംസ് ഓഫ് ബിസിനസ്? സ്മാൾ ബിസിനസ്സിൽ വരുന്ന 5 ഫോമുകൾ ഏതൊക്കെയാണ്? നമ്മളെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്മാൾ ബിസിനസ് ഫേമുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞ 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ടൈനി ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, മൈക്രോ ബിസിനസ് എന്റർപ്രൈസ്, വില്ലേജ് ഇൻഡസ്ട്രീസ്. ഓക്കെ, നമുക്ക് ഓരോന്ന് എന്താ നോക്കാം അല്ലെ. ഓരോന്ന് എന്താണ്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്താ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പറയുന്നത്? നമ്മളെ ചെറുകിട വ്യവസായങ്ങൾ, യന്ത്രങ്ങൾ, പ്ലാന്റുകൾ, വ്യവസായങ്ങൾ എന്നിവയിൽ എന്ത് ചെയ്യണം ഒറ്റ തവണ നിക്ഷേപം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ചെറുകിട വ്യവസായങ്ങളിലെ വരുന്ന യന്ത്രങ്ങൾ, ആ പ്ലാന്റുകൾ, ഓക്കെ ഇവർക്കൊക്കെ ഇതിൽ ഒറ്റ തവണ നിക്ഷേപം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത് ടൈനി ഇൻഡസ്ട്രീസ്. എന്താ ടൈനി ഇൻഡസ്ട്രീസ് കൊണ്ട് പറയുന്നത്? എന്താ ടൈനി ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ നമ്മളെ വ്യവസായ യന്ത്രങ്ങളും പ്ലാന്റുകളും നിക്ഷേപിക്കുന്ന മൂലധനം എന്ത് ചെയ്യണം 25 ലക്ഷത്തിൽ കൂടാത്ത വ്യവസായങ്ങളായിരിക്കണം. എന്താ പറയുന്നത്? നമ്മളെ വ്യവസായ യന്ത്രങ്ങളും പ്ലാന്റുകളും നിക്ഷേപിക്കുന്ന മൂലധനം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയിൽ കൂടാത്തതായിരിക്കണം, കൂടാത്ത വ്യവസായങ്ങൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ്. എന്താ കോട്ടേജ് ഇൻഡസ്ട്രീസിൽ പറയുന്നത്? നമ്മളെ കുടിൽ വ്യവസായം എന്നത് എന്ത് ചെയ്യാണ് ചെറിയ തോതിൽ എന്ത് ചെയ്യുക തൊഴിലാളികളെ ഉപയോഗിച്ചിട്ട് ആ ഒരു വീട്ടിലെ ബിസിനസ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രീസ് പറഞ്ഞാൽ എന്താണ്? കുടിൽ വ്യവസായ സംബന്ധമായിട്ടുള്ള ഇൻഡസ്ട്രികളെയാണ് എന്ത് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ കോട്ടേജ് ഇൻഡസ്ട്രീസ്? നമ്മൾ എന്ത് ചെയ്യാണ് ചെറിയ തോതിലുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ വീട്ടിൽ തന്നെ ബിസിനസ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത് മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. എന്താ മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യന്ത്ര സാമഗ്രികളും അതേപോലെ പ്ലാന്റിലുമുള്ള സ്ഥിര വരുമാനം എന്ത് ചെയ്യണം 1 ലക്ഷം രൂപയിൽ കൂടാത്ത സംരംഭങ്ങൾക്കാണ് നമ്മൾ ഏത് പറയുന്നത്? മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് നമ്മളെ യന്ത്ര സാമഗ്രികളും അതേപോലെ പ്ലാനിങ്ങിലൊക്കെ എന്തുണ്ടാവും നമ്മളെ സ്ഥിര വരുമാനം എന്ന് പറയുന്നത് ഏതിൽ കൂടരുത്? 1 ലക്ഷം രൂപയിൽ കൂടാത്ത അങ്ങനെ വരുന്ന സംരംഭങ്ങൾക്കാണ് നമ്മൾ ഏത് പറയുന്നത്? മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്? വില്ലേജ് ഇൻഡസ്ട്രീസ്. ഏതാണ്? വില്ലേജ് ഇൻഡസ്ട്രീസ്. എന്താ വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം യൂണിറ്റുകൾ എവിടെയാണ്
കൂടുതലായിട്ട് വില്ലേജ് പറയുമ്പോൾ എവിടെ ആയിരിക്കും? ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. അതേപോലെ എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ നിക്ഷേപം എന്താവരുത്? അറ്റ്ലീസ്റ്റ് 50,000 രൂപയിൽ കൂടാൻ പാടില്ല. ഓക്കെ, സോ 50,000 രൂപയിൽ കൂടുവാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വില്ലേജ് ഇൻഡസ്ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സ്മാൾ സ്കെയിൽ ബിസിനസ്സിൽ പറയുന്നത്? ഏതൊക്കെയാണ് സ്മാൾ ബിസിനസ്? ഏതൊക്കെ നമ്മൾ പറഞ്ഞു? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പറഞ്ഞു, ടൈനി ഇൻഡസ്ട്രീസ് പറഞ്ഞു, കോട്ടേജ് ഇൻഡസ്ട്രീസ് പറഞ്ഞു, മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് പറഞ്ഞു, വില്ലേജ് ഇൻഡസ്ട്രീസ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? നമ്മൾ 5 ഫോംസ് പറഞ്ഞില്ലേ? ഇത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ, എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. എന്താ ഇവിടെ പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്താണെന്നും ഇതിന്റെ 4 ഫീച്ചേഴ്സ്. മൾട്ടിനാഷണൽ പറയുമ്പോൾ എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികൾ. ഓക്കെ, അതിന്റെ മലയാളം എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികളാണ്. എന്തൊക്കെയാണ് അതിന്റെ 4 ഫീച്ചേഴ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ അതിന്റെ ഫാക്ടറികൾ, ശാഖകൾ എന്നിവ എന്ത് ചെയ്യാണ്? സ്ഥാപിച്ച് അവിടങ്ങളിൽ എന്ത് ചെയ്യാണ്? വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഏത് പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ അതിന്റെ ഫാക്ടറികൾ, അതിന്റെ ശാഖകളായിട്ട് അവിടെ സ്ഥാപിച്ച് അവിടങ്ങളിൽ വ്യാപാരം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഇവിടെ 4 ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫീച്ചേഴ്സ്? വിദേശ മൂലധന നിക്ഷേപം, പിന്നെ എന്താണ് പറയുന്നത്? ആധുനിക സാങ്കേതിക വിദ്യയാണ് ഒന്ന് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ കയറ്റുമതി വർധനവും നമുക്ക് വിദേശ നാണയ ലഭ്യതയും. ഓക്കെ, നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ ശൃംഖല വലുതാക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കയറ്റുമതി വർധനവും കിട്ടും. അതേപോലെ എന്തും വിദേശ നാണയ ലഭ്യതയും നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഇത് 1 ഓഫ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 പ്രാവശ്യം മുൻകാല ചോദ്യ പേപ്പറുകളിൽ 2 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബഹുരാഷ്ട്ര കമ്പനികൾ അഥവാ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്താണെന്നാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. State any 5 factors that affect the determination of fixed capital requirement of any business enterprise. ഫിക്സ്ഡ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. ഓക്കെ, ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഒരു ബിസിനസ് എന്റർപ്രൈസിലെ ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഫിക്സ്ഡ് ക്യാപിറ്റലിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ബിസിനസിന്റെ പ്രകൃതം. ഓക്കെ, നമ്മൾ ബിസിനസിന്റെ പ്രകൃതം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിറ്റർമൈൻ ചെയ്യുള്ളൂ. രണ്ടാമത്തതോ ബിസിനസിന്റെ വലുപ്പം നോക്കും. ഓക്കെ, മൂന്നാമത്തതോ നമ്മൾ അതിന്റെ ഉൽപാദന പ്രക്രിയയുടെ തരഭേദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ പറയുന്നതോ ഉൽപ്പന്നങ്ങളുടെ തരഭേദങ്ങൾ. ഓക്കെ, പ്രൊഡക്റ്റിന്റെ ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, ഒന്ന് പ്രൊഡക്ഷൻ ഡിഫറൻസിയേഷനും ഉണ്ട്, രണ്ടാമത്തെ എന്താണ്? പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനും നോക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? നമ്മുടെ മൂലധനം, അതായത് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? സമാഹരിക്കുന്ന ആ രീതികൾ നമ്മൾ നോക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു ഫാക്ടേഴ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമേ ഉള്ളൂ എന്ത് ചെയ്യണത്? നമ്മൾ എന്ത് ചെയ്യണത്? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരു കമ്പനിയിലേക്ക് എത്തിക്കൊള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ബിസിനസിന്റെ പ്രകൃതം നോക്കും, ബിസിനസിന്റെ വലുപ്പം നോക്കും, ഉൽപാദന പ്രക്രിയയുടെ തരഭേദങ്ങൾ ഏതൊക്കെയാണ് നോക്കും, അതേപോലെ ഉൽപ്പന്നങ്ങളുടെ, ദാറ്റ് ഈസ് പ്രൊഡക്ട്സുകളുടെ ഡിഫറൻസിയേഷൻ ഏതാ നോക്കും. അതേപോലെ വരുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ സ്ഥാപന മൂലധനം സമാഹരിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. എന്താണ് പറയുന്നത്? പബ്ലിക് കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഏതൊക്കെയാണെന്ന് എഴുതാം. ഓക്കെ, ഏതൊക്കെയാണ്? പബ്ലിക് കോർപ്പറേഷനിൽ പറയുന്നത് എന്താണ്? എന്താ പബ്ലിക് കോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ പാർലമെന്റോ നിയമസഭയോ പാസ്സാക്കുന്ന വിശിഷ്ട നിയമം അനുസരിച്ച് രൂപീകരിക്കുന്ന ഒരു സംരംഭമാണ് ഏതെന്ന് പറഞ്ഞ പബ്ലിക് കോർപ്പറേഷൻ. ഓക്കെ, ഒരു പാർലമെന്റ് മുഖേന അല്ലെങ്കിൽ ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല് പ്രകാരം നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കമ്പനിക്ക് പറയുന്ന പേരാണ് ഏത്? പബ്ലിക്
കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് നമുക്കറിയാം. ഇതിന്റെ അധികാര പരിധി അതേപോലെ പ്രവർത്തന മേഖലയൊക്കെ ഇതിലൂടെ പോവാ, നിയമത്തിന്റെ വഴിക്കേ പോകുള്ളൂ. ഓക്കെ, അതെന്താണ് നിയമപരമായിട്ട് എന്ത് ചെയ്യാണ് വ്യക്തമായി നിർവചിച്ചിട്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇതിനെന്തുണ്ട് സ്വതന്ത്രതയും അതേപോലെ എന്തുണ്ട് ഭരണസംഗതമായ സ്ഥിതിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് LIC പറയാ. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഇൻഷുറൻസ് കമ്പനി അല്ലേ, ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അതേപോലെ BSNL അതൊരു പബ്ലിക് കോർപ്പറേഷൻ കമ്പനിയാണ്. അതേപോലെ ഓൾ ഇന്ത്യ റേഡിയോ, ഓക്കെ, എയർ ഓൾ ഇന്ത്യ റേഡിയോ, ഇതൊക്കെ എന്താണ് പബ്ലിക് കോർപ്പറേഷൻ കമ്പനികളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് കോർപ്പറേഷൻ കമ്പനിയിൽ പറയുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്ന മറ്റൊരു കമ്പനി ഏതാണ് ഗവൺമെന്റ് കമ്പനി. എന്താ ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, പക്ഷെ എന്താണ് അതിന്റെ അടച്ചു തീർത്ത മൂലധനം എന്ത് ചെയ്യരുത് 51% കുറയാത്ത വിഹിതമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കേന്ദ്രം അഥവാ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കേണ്ടത്. ഓക്കെ, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൽ അടച്ചു തീർത്ത മൂലധനത്തിൽ 51% കുറയാത്ത വിഹിതം ആരിലുണ്ടായിരിക്കണം, ഇതിലായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കണം. അങ്ങനെയുള്ള കമ്പനീസിന് നമ്മൾ പറയുന്ന പേരാണ് ഏത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഗവൺമെന്റ് കമ്പനി എന്താണെന്നുള്ളത്. ഓക്കെ, ഗവൺമെന്റ് കമ്പനി പറയുമ്പോൾ ഇതിന്റെ നിയന്ത്രണം ഒക്കെ ആരായിരിക്കും, ഏറ്റെടുക്കുക ഗവൺമെന്റ് കമ്പനി സർക്കാർ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന കമ്പനികളാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 2013 പ്രകാരമായിരിക്കും ഏത് കമ്പനി മുന്നോട്ട് പോവുക ഗവൺമെന്റ് കമ്പനി മുന്നോട്ട് പോകുക. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാല്ലേ എന്താ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഓക്കെ, ദാറ്റ് ഈസ് ONGC. ഇതൊക്കെ നമുക്ക് എന്തിൽ പറയാം ഗവൺമെന്റ് കമ്പനിയിൽ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞത് പബ്ലിക് കോർപ്പറേഷനും ഗവൺമെന്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിന്റെ കുറച്ച് സവിശേഷതകൾ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കാണി. ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഉണ്ട്. ഏതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, പെർപെച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ക്യാപിറ്റൽ, പിന്നെന്താണ് ഷെയർസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, മെമ്പർഷിപ്പ്, അതേപോലെ നെക്സ്റ്റ് വരുന്നത് എന്താ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സവിശേഷതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒക്കെ ഒരു 4 എണ്ണങ്ങൾ പഠിച്ചു വെക്കട്ടോ. സിമ്പിൾ ആയിട്ടുള്ള 4 നോക്കിയാൽ മതി. ഏതൊക്കെയാണ് കോമൺ സീൽ സിമ്പിൾ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇത്ര മതി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതിലേക്ക് പോവല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാ. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി? മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് ആയിട്ടും അല്ലെങ്കിൽ 2 മാർക്സിലായിട്ടും അഥവാ 5 മാർക്കിലായിട്ടും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, നമുക്ക് നോക്കാം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം അടിസ്ഥാന അംഗത്വം എന്ന് പറഞ്ഞത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എത്രയാണ്? ചുരുങ്ങിയത് 2 ആളുകളും പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 200 ആളുകളുമാണ്. ഓക്കെ, പ്രൈവറ്റിൽ കേട്ടോ. പബ്ലിക്കിൽ അത് എത്ര ആയിരിക്കും? ചുരുങ്ങിയത് എത്ര 7 പേരും പരമാവധി അംഗസംഖ്യ എന്താണ് നോ ലിമിറ്റ് ആണ്, അൺലിമിറ്റഡ് ആണ്, ഒരു ലിമിറ്റില്ല, എത്രയും ആവാം. ഓക്കെ, നെക്സ്റ്റ് പേര്. നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡിൽ എന്തുണ്ടാവും? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പേരിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? LTD ലിമിറ്റഡ് എന്ന് ചേർക്കും. ഓക്കെ, പേരിന്റെ കൂടെ എന്ത് ചേർക്കും? ലിമിറ്റഡ് എന്ന് ചേർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ റിലയൻസ് ലിമിറ്റഡ്. ഓക്കെ, നമ്മൾ ലിമിറ്റഡ് ചേർക്കും. എന്താ പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, റിലയൻസ് ആരുടെ? അംബാനിന്റെ കമ്പനിയാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പേരിന്റെ കൂടെ ലിമിറ്റഡ് ചേർക്കും. ഓക്കെ, പക്ഷെ പബ്ലിക് ലിമിറ്റഡിൽ എന്തുണ്ടാവും? പേരിന്റെ കൂടെ എന്തുണ്ട്? ഓക്കെ, ലിമിറ്റഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് PVT LTD ചേർക്കും. പക്ഷേ പബ്ലിക്കിൽ നമ്മൾ ചേർക്കുമോ? പബ്ലിക്കിൽ എന്ത് മാത്രമേ ചേർക്കുള്ളൂ? LTD അഥവാ ലിമിറ്റഡ് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഓക്കെ, ലിമിറ്റഡ് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഓഹരി കൈമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓഹരി കൈമാറ്റത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആകുമ്പോൾ എന്താണ് ഓഹരി കൈമാറ്റം എന്ത് ചെയ്യുക? നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എന്തുണ്ട്? ഓഹരി കൈമാറ്റം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ബട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്തില്ല? നമുക്ക് എന്തില്ല? ഷെയർസ്
എന്തില്ല, അവർ നിയന്ത്രിക്കുന്നില്ല അല്ലേ. ദാറ്റ് ഈസ് നോ റെസ്ട്രിക്ഷൻ ഓഫ് ഷെയർസ്. ഓക്കെ, നോ ട്രാൻസ്ഫർ ഓഫ് റെസ്ട്രിക്ഷൻ ഓഫ് ഷെയർസ് ആണ് എന്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ മൂലധനത്തിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എന്താണ് നമ്മൾ അടവ് മൂലധനം എന്ന് പറയുന്നത് എന്താണ് 1,00,000 രൂപയിൽ കൂടരുത്. ഓക്കെ, എന്താണ് 1,00,000 രൂപയിൽ കൂടരുത്. പക്ഷെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോ നമ്മൾ അടവ് മൂലധനം എത്രയാണ്, നമ്മളെ ക്യാപിറ്റൽ ടേൺ ഓവർ എത്രയാണ്, 5,00,000 രൂപയിൽ കുറയരുത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളെ പബ്ലിക് ലിമിറ്റഡിൽ 5,00,000 രൂപ ദാറ്റ് ഈസ് കുറയരുത്. നമ്മളെ പ്രൈവറ്റിൽ വരുമ്പോൾ എന്താവും 1,00,000 രൂപയിൽ കൂടരുത്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. അഥവാ ഇതിന്റെ ക്യാപിറ്റൽ അഥവാ മൂലധനം നോക്കിയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഹരി കൈമാറ്റം വെച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പേരിന്റെ ഇതിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഓർത്ത് വെക്കട്ടോ. ഇതിപ്പോ നമ്മളൊരു 5 മാർക്ക് ആയിട്ട് പറഞ്ഞുള്ളൂ. ഇത് മേ ബി 1 മാർക്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ? നമുക്കറിയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. എന്താ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നാൽ ഒരു കമ്പനിയിൽ വരുന്ന പ്രധാനപ്പെട്ട രേഖയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞേ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനിയിലെ പ്രധാനപ്പെട്ട രേഖയാണ് എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതൊക്കെ ആ ഒരു കമ്പനിന്റെ ആക്ടിവിറ്റീസ്, അതിൽ വരുന്ന തിരിച്ചറിയേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതിലാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. ഓക്കെ, നമുക്ക് അതിന് എന്ത് പറയാം, ദ മെയിൻ ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഏത് എന്ന് പറയുന്നത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതായത് കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത് ഏതാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇറ്റ് കീപ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ എന്താ പറയുന്നത്, നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇതെന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്നത് എന്താണ്, ഒരു നെസസറി ഡോക്യുമെന്റ്, അതായത് അത്രയും പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഏത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ് വൺ ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താ, കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും പറയുന്ന കൺവേ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞേ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, കമ്പനിയുടെ റൂളും റെഗുലേഷൻസും എന്താണ് അടങ്ങിയിട്ടുള്ള, കമ്പനിയുടെ റൂളും റെഗുലേഷൻസും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇതെന്താണ് പറയുന്നത്, നമുക്ക് എന്താണ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനീസ് ആക്ടിലും പ്രഖ്യാപിച്ചിട്ടുള്ള, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ ആര് തമ്മിലെ റിലേഷൻ ഉള്ളത്, കമ്പനിയും അതിലെ മെമ്പേഴ്സും. ഓക്കെ, കമ്പനിയും അതിലെ മെമ്പേഴ്സും തമ്മിലായിരിക്കും എന്തുണ്ടാവുക, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ റിലേഷൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എന്ത് ഡോക്യുമെന്റ്, സെക്കൻഡറി ഡോക്യുമെന്റ് ആണ്. ക്ലിയർ ആണോ? നമ്മളെ പ്രൈമറി ഡോക്യുമെന്റ് ഏതാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, 5 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ദ പ്രൈമറി നെസസറി ഡോക്യുമെന്റ് ഏതാണ്, ഒന്ന് ഇത് ചെയ്താണ്, കമന്റ് ചെയ്താണ്. പ്രൈമറി നെസസറി ഡോക്യുമെന്റ് ഏതാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണോ അതോ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണോ, ഏതാണ്, ദാറ്റ് ഈസ് MOA, ദാറ്റ് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് പ്രൈമറി ഡോക്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഏതാണ് പ്രൈമറി ഡോക്യുമെന്റ്, ഏതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പറയുന്നത് സ്റ്റേറ്റ് എനി ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. നമ്മളെ ബിസിനസിന്റെ ബിസിനസിന്റെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുറച്ച് സവിശേഷത എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഏതൊക്കെ, നമ്മളെ ബിസിനസ്സിലെ അവസരങ്ങൾ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ആണ്. രണ്ടാമത്തേത് എന്താണ്, തന്ത്രപരമായ പ്ലാനിങ്ങിനും തീരുമാനമെടുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അല്ലെ, തന്ത്രപരമായ പ്ലാനിങ്ങും തീരുമാനമെടുക്കുന്നതിനും സഹായിക്കുന്നു. പിന്നെന്താ പറയുന്നത്, നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട് അല്ലെ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, ഭൗതികമായ വളർച്ച ഉറപ്പ് വരുത്തുന്നു. ഓക്കെ, എന്താണ് ഭൗതികമായിട്ടുള്ള വളർച്ച ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മളെ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? 4 പോയിന്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഒന്നെന്താണ്, ബിസിനസ്സിന്റെ അവസരം തിരിച്ചറിയുക, ഭൗതികമായ വളർച്ച നേരിടുക, മാനേജ്മെന്റ് നല്ല പ്രതിച്ഛായ ഉണ്ടാക്കുക, തന്ത്രപരമായ പ്ലാനിങ് എടുക്കാൻ സഹായിക്കുക. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, there are some barriers in communication which are considered with the state of mind of both the sender and the receiver. State any for such barriers. എന്താ barriers of communication എന്ന് പറഞ്ഞാല്,
എന്താണ് നമുക്ക് ആശയവിനിമയത്തിൽ വരുന്ന തടസ്സങ്ങളെയാണ് എന്ത് പറയുന്നത്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താ പറയുന്നത്, ആശയവിനിമയത്തിൽ വരുന്ന തടസ്സങ്ങളെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഏത് പറയുന്നത്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ 4 ടൈപ്പ് ബാരിയേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെമാൻറ്റിക് ബാരിയേഴ്സ്. ഓക്കെ, എപ്പോഴും ഇംഗ്ലീഷിൽ വേർഡ് പഠിച്ചു വെക്കട്ടോ. അതായത് മെയിൻ വേർഡ്സുകളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ബാരിയേഴ്സിൽ സെമാൻറ്റിക് ബാരിയേഴ്സ് എന്താണ്, ഒരു സന്ദേശത്തെ വാക്കുകളോ മുദ്രകളോ ആക്കി മാറ്റുന്നതിൽ എൻകോഡിങ്ങും ഡീകോഡിങ്ങും പ്രക്രിയയിൽ വരുന്ന തടസ്സങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു വാക്കുകൾ എന്ത് ചെയ്യാണ്, വല്ല മുദ്രകളൊക്കെ ആക്കി മാറ്റുമ്പോൾ അതിൽ വരുന്ന എൻകോഡിങ്ങിലോ ഡീകോഡിങ്ങിലോ എങ്ങനെ എന്തിലും അതിലൊക്കെ വരുന്ന ഓരോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ അർത്ഥസംബന്ധമായ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അതാണ് എന്ത്, സെമാൻറ്റിക് ബാരിയർ അഥവാ അർത്ഥസംബന്ധമായ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒരു സന്ദേശത്തെയോ വാക്കുകളെയോ മുദ്രകളോ ഒക്കെ എന്താണ്, അതിൽ നമ്മൾ മുദ്രകളോ ആക്കി മാറ്റുമ്പോൾ അതിൽ വരുന്ന എൻകോഡിങ്ങിലോ ഡീകോഡിങ്ങിലോ വരുന്ന തടസ്സങ്ങളെയാണ് എന്ത് പറയുന്നത്, സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് സൈക്കോളജിക്കൽ ബാരിയർ. ഓക്കെ, എന്താ സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശയവിനിമയത്തിന് തടസ്സങ്ങളായി നിൽക്കുന്ന, അതെന്താ, വൈകാരികപരമായിട്ടോ അല്ലെങ്കിൽ എന്താ മനഃശാസ്ത്രപരമായിട്ടുള്ള സംഘടനകളെയൊക്കെ എന്ത് ചെയ്യണം, അത് അങ്ങനെ വരുന്ന പ്രതിബന്ധങ്ങൾ, അങ്ങനെ വരുന്ന തടസ്സങ്ങളെയാണ് ഏത് പറയുന്നത്, സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആശയവിനിമയത്തിന് തടസ്സങ്ങളായി നിൽക്കുന്ന, അതിപ്പോൾ എന്താ സൈക്കോളജിക്കലിലെ നമുക്ക് എന്താണ് വൈകാരികമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ദാറ്റ് ഈസ് മനഃശാസ്ത്രപരമായിട്ടോ നമുക്ക് വരുന്ന, നമ്മൾ നേരിടുന്ന തടസ്സങ്ങൾ, നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ വരുന്ന തടസ്സങ്ങളെയാണ് ഏത് പറയുന്നത്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the third barrier ആണ് ഓർഗനൈസേഷൻ ബാരിയർ. എന്താ ഓർഗനൈസേഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സംഘടനപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ. ഓക്കെ, അതായത് എന്താണ്, നമുക്ക് സംഘടനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ട, ആശയവിനിമയം നടത്തണം. അപ്പൊ അതിൽ വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളെയാണ് എന്ത് പറയുന്നത്, സംഘാടനപരമായ തടസ്സങ്ങൾ അഥവാ ഓർഗനൈസേഷണൽ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? then the fourth one ആണ് പേഴ്സണൽ ബാരിയർ. ഓക്കെ, പേഴ്സണൽ ബാരിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് വ്യക്തിപരമായിട്ടുള്ള തടസ്സങ്ങളെയാണ് പേഴ്സണൽ ബാരിയർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ സന്ദേശം അയക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് അത് എന്ത് ചെയ്യാൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏതിൽ വരുന്നതാണ്, ദാറ്റ് ഈസ് ഏതിൽ വരുന്നതാ, പേഴ്സണൽ ബാരിയറിൽ വരുന്നത്. അതെന്താണ്, ദാറ്റ് ഈസ് ആശയവിനിമയത്തിൽ വരുന്ന വ്യക്തിപരമായ കാര്യങ്ങളെയാണ് അത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ. ഓക്കെ, സോ നമ്മൾ അല്ലേ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു. അപ്പൊ നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്, ആശയവിനിമയം, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷണൽ ബാരിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏതൊക്കെയായിരുന്നു കമ്മ്യൂണിക്കേഷണൽ ബാരിയേഴ്സ് പറഞ്ഞത്, സെമാൻറ്റിക് ബാരിയേഴ്സ് പറഞ്ഞു, ഫിസിയോളജിക്കൽ ബാരിയർ പറഞ്ഞു, ഓർഗനൈസേഷൻ ബാരിയർ പറഞ്ഞു, പേഴ്സണൽ ബാരിയേഴ്സ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, സെമാൻറ്റിക് എന്താണ്, നമ്മൾ എന്ത് ചെയ്യാണ്, അർത്ഥസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പല തടസ്സങ്ങളും നേരിടുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, ദാറ്റ് ഈസ് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോളജിക്കൽ ബാരിയർ പറഞ്ഞാൽ എന്താണ്, നമുക്ക് മനഃശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളെ ഇതാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ബാരിയർ എന്താ പറയുന്നത്, നമുക്ക് സംഘാടനപരമായിട്ട് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ആശയവിനിമയത്തിൽ എന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, ഓർഗനൈസേഷൻ ബാരിയർ എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ പേഴ്സണൽ ബാരിയർ എന്താണ്? നമുക്ക് സ്വകാര്യകരമായിട്ട് വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ വല്ല തടസ്സങ്ങളും നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? പേഴ്സണൽ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞത്? നമ്മൾ വൺ വേർഡിൽ പ്രധാനമായിട്ടും വൺ വേർഡിൽ വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ 2 or 3 മാർക്കിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഏറ്റവും ലെവലിലായിട്ട്, അതായത് മെയിനായിട്ട് വരുന്ന മാക്സിമം ഇതിൽ വരുന്ന മാർക്കിൽ വരുന്നതാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതലായിട്ട് വരുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ്? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളിലെ ഏതൊക്കെയാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അത് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ഏതൊക്കെയാണ് ബിസിനസ് എൻവയോൺമെന്റുകൾ? ഓക്കെ, നമ്മൾ നേരത്തെ ഒരു വൺ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലീഗൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ഓക്കെ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള എൻവയോൺമെന്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പബ്ലിക് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, മാക്സിമം എത്ര പേരാണ്, അതിന് ക്യാപിറ്റൽ എത്രയാണ്, ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം, എന്ത് ചെയ്യുക 5 മാർക്ക് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനിന്റെ ഡിഫറൻസിയേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബഹുരാഷ്ട്ര കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതേപോലെ വരുന്നതാണ് 5 ഫോംസ് ഓഫ് സ്മാൾ സ്കെയിൽ ബിസിനസ്. ഓക്കെ, ഇതേപോലെ വരുന്നുണ്ട് ലാർജ് സ്കെയിൽ ബിസിനസ് കേട്ടോ. സ്മാൾ ബിസിനസ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? ലാർജ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ബിസിനസ്സുകൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അറിയോ? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ട്, പിന്നെ ഏതാണ്? സൂപ്പർ മാർക്കറ്റ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ, മൾട്ടിപ്പിൾ ഷോപ്സ്. ഓക്കെ, ലാർജ് സ്കെയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞത് സ്മാൾ ബിസിനസ് ആണ്. ഏതൊക്കെയാണ്? സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി പറഞ്ഞു, ടൈനി ഇൻഡസ്ട്രി പറഞ്ഞു, കോട്ടേജ് ഇൻഡസ്ട്രി പറഞ്ഞു, മൈക്രോ ബിസിനസ് എന്റർപ്രൈസ്, വില്ലേജ് ഇൻഡസ്ട്രി പറഞ്ഞു. അതേപോലെ വരുന്നതാണ് എന്ത്? ലാർജ് സ്കെയിൽ റീറ്റെയിലിംഗ് ബിസിനസ്. ഓക്കെ, ലാർജ് സ്കെയിൽ ബിസിനസ്സിൽ വരുന്നതാണ് ഇത്? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഓക്കെ, ഒരൊറ്റ കെട്ടിടത്തിൽ ഒരൊറ്റ മാനേജ്മെന്റ് കീഴിൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അവതരിപ്പിക്കുന്നതിന് പറയുന്നതാണ് ഇത്? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സ്റ്റോർ എന്താണ്? ഒരേ ഇനത്തിലുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ് വിവിധ സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നതിനെയാണ് എന്ത്? വിവിധ സ്ഥലങ്ങളായിട്ട് ഒരൊറ്റ മാനേജ്മെന്റ് കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക വിൽപ്പന നടത്തുന്നതിനാണ് എന്ത് പറയണേ? ദാറ്റ് ഈസ് ഏത് പറയുന്നത്? മൾട്ടിപ്പിൾ സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഏതാണ്? സൂപ്പർ മാർക്കറ്റ് അല്ലെ. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഏതാണ്? സെൽഫ് സർവീസോട് കൂടി നമ്മൾ തന്നെ എന്ത് ചെയ്യാണ് സാധനങ്ങൾ തെരഞ്ഞെടുത്ത് വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഉണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്താണ്? ഒരു പ്രത്യേക സഹകരണ സംഘത്തിന്റെ കീഴിൽ എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യാണ് കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യാണ് ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നത് എന്താണ്? കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വരാവുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു എന്നുള്ളൂ. നമ്മളിവിടെ സ്മാൾ ബിസിനസ് പറഞ്ഞപ്പോൾ ലാർജ് ടൈപ്സ് റീറ്റെയിലിംഗ് ബിസിനസ്സും വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ബിസിനസ് സ്റ്റഡീസിൽ ഉള്ളത്. അപ്പൊ നമുക്കറിയാം നമുക്ക് ഈ കുറഞ്ഞ ടൈം ഉള്ളൂ. നമ്മളിവിടെ ഒരുപാട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് മാർക്കും വാങ്ങണം. അതുപോലെ എന്ത് ചെയ്യണം? 100% വിജയം എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ കൈവരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മെയ് 6-നാണ് നമ്മളെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം. സോ എല്ലാവരും എന്ത് ചെയ്യുക? ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാരത്തോണും അതുപോലെ നമ്മൾ കഴിഞ്ഞ ഇതിലെടുത്ത മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ വായിക്കുക. അതേപോലെ ടെക്സ്റ്റ് വായിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. എത്ര ഇത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കണം. കാരണം വൺ വേർഡ് നമുക്ക് ഏതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാൻ അറിയാൻ കഴിയൂല. അപ്പോൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് മുഴുവനായിട്ട് വായിക്കണം. പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്നാലും ഉള്ളു എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒന്നുകൂടി തറവായിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാണ്? എക്സാം എഴുതണം. എല്ലാവർക്കും എന്ത് ചെയ്യാണ്? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്? അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക. ഓക്കെ, ദെൻ താങ്ക് യു.